നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ മാസത്തിൻ്റെ ആരംഭ ദിനത്തിൽ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ധ്യാനിക്കുവാൻ അവിടെ നമ്മെ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. ചെറിയ കൂട്ടമെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മിൽ പ്രസാദിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനിടയിൽ സമകാലീനമായ ചില വിഷയങ്ങൾ കടന്നു വന്നു. അങ്ങനെ 2-3 ആഴ്ചയായിട്ട് നാം നമ്മുടെ സമാഗമന കൂടാര ധ്യാനത്തിൽ നിന്ന് ഈ പറയപ്പെട്ട നിലയിൽ പൊതുവായ വിഷയത്തിലേക്ക് കടന്നുപോയി. അതായത് വിശുദ്ധന്മാരിന്നത്തെ രാഷ്ട്രീയത്തിലേക്ക്, പൊതുവായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ടോ, അവർ പഞ്ചായത്ത് മെമ്പറും MP MLAയും പ്രധാനമന്ത്രിയും ഒക്കെ ആകേണ്ട ആവശ്യകതയുണ്ടോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാനിടയായി. അതിന് നമ്മെ പ്രേരിപ്പിച്ചത് പ്രസിദ്ധരായ ചില ശുശ്രൂഷകർ കേരളക്കരയിൽ നടക്കുന്ന ചില ജനറൽ കൺവെൻഷനുകളിൽ അവരുടേതായ അഭിപ്രായങ്ങളും ആശയങ്ങളും പങ്കുവച്ചപ്പോൾ അത് ദൈവവചനത്തിന് നിരക്കുന്നൊരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് പോയി. കുറച്ച് ആളുകളൊക്കെ അത് കേട്ടവരിൽ എത്ര പേർക്ക് പ്രയോജനമായി നമുക്കറിയില്ല. എന്തായാലും ഒരു വ്യക്തിക്കെങ്കിലും പ്രയോജനമായാൽ അത്രയായി. അതുകൊണ്ട് നമ്മളങ്ങനെ ആ കാര്യങ്ങളിലേക്ക് കടന്നുപോയി. ശരിക്കും വളരെ സീരിയസ് ആയൊരു കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ടാബർനാക്കിൾ സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഗൗരവമായൊരു സ്റ്റഡിയാണ്. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ആത്മീയ ജീവിതം പടുത്തുയർത്തേണ്ടതിന് സഹായകരമായ ചിന്തകളാണ് ഈ ഒരു പഠനത്തിലൂടെ നമ്മുടെ മുമ്പാകെ വരുന്നത്. ശരിക്കും നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്, പാപിയായ മനുഷ്യനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയി. അവൻ കിഴക്കോട്ട് സഞ്ചരിച്ചു പോയി. അങ്ങനെ അകന്നുപോയ ആ മനുഷ്യനെ തേടി വീണ്ടും ദൈവം വരികയാണ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ. തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ആദമിനോട് ദൈവം പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി വന്ന് സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അതായത് ആദാമ്യ വർഗത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു വാക്യത്വം അവിടെയുണ്ട്. എന്നാൽ അതിനിടയിൽ ഒത്തിരി സംഭവവികാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ശേത്തിൻ്റെ വംശത്തിൽപ്പെട്ട 7ാമനായ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അപ്പോൾ തന്നെ കയീൻ്റെ വംശത്തിൽപ്പെട്ട 7ാമനായ ലാമക്ക് അവൻ തോന്നിയതുപോലെ നടന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നും 5-ാം അധ്യായത്തിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ലാമക്കൊക്കെ ജീവിച്ച് മുൻപോട്ട് വരുന്ന ആ ഒരു സമയത്ത് ഭൂമി വഷളായി തീർന്നതും നോഹയുടെ കാലം അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ നോഹയുടെ കാലത്ത് ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ സകല ജരാചരങ്ങളെയും ദൈവം ന്യായം വിധിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നോഹയുടെ 3 ആൺമക്കളിൽ നിന്ന് ജനിച്ച ആ ഒരു ജനസമൂഹമാണ് പിന്നത്തേതിൽ ഈ ഭൂമിയിൽ അങ്ങനെ പെറ്റുപെരുകി വളർന്നു വന്നത്. അങ്ങനെ വന്നതിൽ ഷേമിൻ്റെ വംശത്തിൽപ്പെട്ട ഒരുവനായിരുന്നു അബ്രഹാം വസിച്ചിരുന്നത് ഇന്നത്തെ മോഡേൺ ഇറാഖിൽ, അതായത് പഴയ മെസോപ്പൊട്ടോമിയയിലെ ഊറിലായിരുന്നു. ആ ഊരിൽ പാർത്തുകൊണ്ടിരുന്ന അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം പേർചൊല്ലി വിളിച്ച് തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതൊക്കെ ചരിത്രമാണ്. അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അങ്ങനെ അബ്രഹാം കനാൻ ദേശത്ത് വരികയും കനാനിൽ പാർത്തിരിക്കുകയും ചെയ്യുമ്പോഴാണ് തൻ്റെ സന്തതി വർഗം പിന്നത്തേതിൽ മിസ്രൈമിലേക്ക് അഥവാ മോഡേൺ ഈജിപ്തിലേക്ക് കടന്നു പോകേണ്ടി വരുമെന്നും ഒരു സമയം കഴിയുമ്പോൾ അവരവിടെ പ്രിവിലേജ് ഒന്നും ഇല്ലാത്ത ജനമായി, അതായത് അതിഥികളായി ചെന്ന് അവർ പിന്നത്തേതിൽ അടിമത്തെ അനുഭവത്തിലേക്ക് കടന്നു പോകുമെന്നും എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരെ വിടുവിച്ച് വീണ്ടും കനാനിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെയുള്ള ആ വാക്തത്വങ്ങളൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ അവരെ നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ മരുഭൂമിയിലേക്ക് കടന്നു വന്ന അവരോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഞാൻ കാണിച്ചു തരുന്ന മാതൃകപ്രകാരമാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും സമാഗമന കൂടാരത്തിൻ്റെ പിക്ചർ അറിയാം. ആ പിക്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു ചുറ്റുമതിൽ പോലെ ഒരു ഫെൻസ് നമുക്ക് കാണാൻ കഴിയും. വെളുത്ത പഞ്ഞിനൂല് കൊണ്ടുള്ള ഒരു ചുറ്റുമതിലാണ് അതിന് ചുറ്റുമുള്ളത്. അത് കാണിക്കുന്നത് ദൈവം പരിശുദ്ധൻ എന്നുള്ളതാണ്. വെളിയിൽ നിൽക്കുന്നത് ആരാ? അതായത് ഈ കൂടാരത്തിന് വെളിയിൽ പാർക്കുന്നതെല്ലാം തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യൻ്റെ പിൻഗാമികളാണ്. മഹത്വത്തിൽ വസിച്ചിരുന്ന മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയവൻ്റെ പിൻഗാമികൾ ഈ ഭൂമിയിൽ അങ്ങനെ പെറ്റുപെരുകി വന്ന ഒരു കാലമാണത്.
ആ സമയത്താണ് അബ്രഹാമിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചതും അവൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ 12 മക്കൾ, ആ 12 മക്കളിൽ നിന്ന് ഉത്ഭവിച്ച വലിയൊരു ജനവർഗം. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനൊക്കെ കൊടുത്തിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ട്. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന്. കേവലം 70 പേരോടുകൂടിയാണ് മിസ്രൈമിലേക്ക് അവർ ഇറങ്ങിപ്പോയതെങ്കിൽ ഈ മടങ്ങി വരുന്നത് ഏകദേശം 25 ലക്ഷത്തിലധികം ജനത്തെയാണ് മോശ നയിച്ച് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ വെച്ച് മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ താല്പര്യം, ദൈവത്തിൻ്റെ പദ്ധതി, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, എനിക്കായി കൂടാരം ചമയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ കൂടാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ചുറ്റും ഒരു ചുറ്റുമതിലുണ്ട്, ഒരു ഫെൻസ് ഉണ്ടെന്ന്. ആ കൂടാരം നിർമ്മിക്കാൻ പറഞ്ഞത് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലാണ്. എന്നാൽ അതിൻ്റെ പിന്നിലൊരു അധ്യായമുണ്ട്, 19-ാം അധ്യായം. ആ 19-ാം അധ്യായത്തിലാണ് ഇസ്രായേൽ ജനം കാണുമാറ് സ്വർഗത്തിലെ ദൈവം തൻ്റെ മഹത്വത്തോടെ സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇറങ്ങി വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദാസനായ മോശ വഴി ഇസ്രായേലിന് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ആരും പർവ്വതത്തിലേക്ക് കയറി വരരുത്, പർവ്വതത്തിന് അടിവാരത്തിലാണ് അവർ നിൽക്കേണ്ടതെങ്കിൽ തന്നെയും അവർ ചില ദിവസങ്ങൾ അലക്കും കുളിയൊക്കെ ആയിട്ട് ശുദ്ധീകരണത്തോടു കൂടിയാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കാണുവാനായിട്ട് അടുത്തു വന്നിരിക്കുന്നത്. ദൈവം തൻ്റെ മഹത്വത്തിൽ ഇറങ്ങി വരുന്നത് ഇസ്രായേൽ കാണുകയാണല്ലോ. ആ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷമാണ് മോശ വഴി അവരെ അറിയിക്കുന്നത്, സാക്ഷാൽ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ നിങ്ങളുടെ നടുവിൽ സ്ഥിരമായി വസിക്കാനായിട്ട് കടന്നു വരികയാണ്, നിങ്ങൾ വിശുദ്ധ മന്ദിരം നിർമ്മിക്കണമെന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ ചുറ്റും ഒരു ഫെൻസ് ഉണ്ട്. അതാണ് വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള ഒരു മതിലെന്നാണ് ഞാനീ പറഞ്ഞത്. അത് കാണിക്കുന്നത് ദൈവം പരിശുദ്ധനെന്നാണ്. വെളിയിൽ നിൽക്കുന്നവരൊക്കെ ആദാമ്യ സന്തതിയാണ്. അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അങ്ങനെ അടുത്തു വരുവാൻ കഴിയില്ല. അടുത്തു വരണമെങ്കിൽ രക്തം കൂടാതെ അടുക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഈ ടാബർനാക്കലിൻ്റെ പ്രാകാരവാതിൽ തുറന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ് അവിടെ ഒരു യാഗപീഠം ഇരിക്കുന്നു. ആ യാഗപീഠം വിളിച്ചു പറയുന്നത് മനുഷ്യൻ പാവിയാണെന്നുള്ളതാണ്. അവിടെ ഒരു യാഗപീഠം വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മാനവവർഗത്തിന് വേണ്ടിയാണ്. അപ്പോൾ പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ് സമാഗമന കൂടാരം. ദൈവം നിർമ്മിച്ചു എന്ന് തന്നെ പറയാം. അത് സ്വർഗത്തിലെ സാക്ഷി കൂടാരത്തിൻ്റെ നിഴലായി പണിതിരിക്കുന്നതാണ്. അത് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്, അത് ദൈവസഭയ്ക്ക് നിഴലാണ്. കുറച്ചും കൂടെ കടത്തി പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നിഴലാണ് ആ പറയപ്പെട്ട കൂടാരം. അപ്പോൾ കൂടാരത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്ന യാഗപീഠം മനുഷ്യൻ പാപിയാണെന്ന് വിളിച്ചു പറയുന്നു. അതിൻ്റെ ചുറ്റുമുള്ള വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള ഫെൻസ് എന്ത് പറയുന്നു? ദൈവം പരിശുദ്ധനാണ്, അവിടുന്ന് നീതിമാനാണ്. അതാണ് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം. അങ്ങനെ ടാബർനാക്കിളുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കഴിഞ്ഞു പോയ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറയുന്നത്. കാരണം 2-3 ആഴ്ചത്തെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് വീണ്ടും ഞാനും നിങ്ങളും ആ ഒരു ട്രാക്കിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ ആ ട്രാക്കിൽ നിന്ന് കുറച്ച് പുറത്തു പോയിരിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ നിയമസഭയിൽ MP-യോ MLA ഒക്കെ വേണമെന്നൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ അങ്ങനെ കുലങ്കഷമായ ചിന്തയിലായിരുന്നു. പഞ്ചായത്ത് വാർഡുകൾ എങ്ങനെ പെന്തിക്കോസ്തുകാർ പിടിച്ചടക്കാം എന്നുള്ളതിലൊക്കെ നമ്മൾ റിസർച്ചിലായിരുന്നു. അതിന് ചില ഏകാംഗ കമ്മീഷനെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പോയ കൂട്ടത്തിൽ ഈ മഹത്തരമായ ധ്യാനത്തിൽ നിന്ന് നമ്മൾ കുറച്ച് അകന്നുപോയി. ഇവിടെ പഞ്ചായത്തും ഇല്ല, MP ഇല്ല, MLA ഇല്ല, ഒരു നേരമ്പോക്കുള്ളൊരു സ്ഥലമല്ല ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഈ കൂടാരത്തിൻ്റെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കടക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. പഞ്ചായത്ത് മെമ്പറാ, രാജാവാ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമാ എന്നൊന്നും പറഞ്ഞ് അകത്തേക്ക് കടക്കാൻ പറ്റില്ല. നിങ്ങൾ ആരാണെങ്കിലും കൊള്ളാം, X or Y, നിങ്ങൾ അതിനകത്തേക്ക് കടക്കണമെങ്കിൽ കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിക്കണം. വീണ്ടെടുപ്പിൻ പ്രക്രിയയിലേക്ക് കടന്നു വരണം. നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾ പാപിയാണെന്ന്. പാപിയായ ഒരുവൻ വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തുന്നൊരു ഇടമാണ് ഈ കൂടാരം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ചുരുക്കി പറയാം. ഈ കൂടാരം നിർമ്മിച്ചിട്ട് പാപികളായ മനുഷ്യരെ സ്വർഗത്തിലെ ദൈവം അങ്ങോട്ട് ആകർഷിക്കുകയായിരുന്നു. കൂടാരത്തിൻ്റെ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ തന്നെ കാണുന്ന യാഗപീഠത്തിൽ യാഗമർപ്പിച്ചുകൊണ്ട് യാഗരക്തവുമായിട്ട് ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടാരം വഴി പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തോട് അടുപ്പിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞുപോയ ആഴ്ചകളിൽ നമ്മൾ കണ്ടത്, അല്ലേ? മറ്റൊരു കാര്യത്തോടെ നമ്മൾ കണ്ടു, ഈ കൂടാരം യേശുക്രിസ്തുവിന് അസൽ നിഴലായിട്ട് നിൽക്കുകയാണ്. ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് പഠിക്കുമ്പോഴാണ്
നമ്മൾ സങ്കീർത്തനത്തിലും എബ്രായ ലേഖനത്തിലും എഴുതിയിരിക്കുന്നൊരു വാക്യം ഓർമ്മയിലേക്ക് വരുന്നത്. അവിടെ മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും, അതായത് പിതാവായ ദൈവം പുത്രന് ഒരു ശരീരമൊരുക്കി, അങ്ങനെയല്ലേ? ആ ശരീരത്തെ ഒരു മൺമയമായ കൂടാരം എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. ആ മൺമയ കൂടാരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമി പാർത്തു. അപ്പോൾ ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയും അതിൻ്റെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കുന്നതും കണ്ടെത്തുന്നതും. അപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, ഈ കൂടാരം പാപികളായ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിച്ചു എന്നുള്ളൊരു കാര്യം. എന്നാലും നമ്മൾ ഏറ്റവും അവസാനം ഈ വിഷയത്തിൽ ധ്യാനത്തിനൊത്തുകൂടിയപ്പോൾ അന്ന് നമ്മൾ എടുത്തൊരു സീരിയസ് വാക്യമുണ്ട്. അത് 1 പത്രോസ് 3:18 ആ വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 1 Peter chapter 3 verse 18. ഇപ്പോൾ വായിച്ച ഈ വാക്യപ്രകാരം ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടം സഹിച്ചു എന്നുള്ളതാണ്. അതായത് നീതിമാനായ ക്രിസ്തു, പീലാത്തോസ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഹെരോദാവ് നോക്കിയിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയോ? പറ്റിയില്ല. അവൻ്റെ മാറോട് ജാരിയിരുന്ന അവൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത് അവനിൽ പാപമില്ലെന്നാണ്. അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. അതാണ് പത്രോസും പൗലോസും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വിശുദ്ധ അപ്പോസ്തലന്മാരെല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പാപമറിയാത്തവൻ, നീതിമാനായവൻ, നീതി കെട്ടവർക്ക് വേണ്ടി. ആരാ ഈ നീതി കെട്ടത്? ആദാമ്യ വർഗം, അതിൽ ഞാനും നിങ്ങളും പെടുകയാണ്. ഇപ്പോൾ വായിച്ചത് പുതിയ നിയമത്തിൻ്റെ ഒരു താളിൽ നിന്നാണ് വായിച്ചത്. അപ്പോൾ ഈ കാലത്ത്, അഥവാ നമ്മൾ വസിക്കുന്ന ഈ ഒരു സമയത്ത് പുതിയ നിയമം ഉദയം ചെയ്തിരിക്കുകയാണ്. ക്രിസ്തുവിനെ ഗോൽഗോഥായിൽ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ക്രൂശിതനായ ക്രിസ്തു എല്ലാവരുടെയും കൺമുമ്പിലുണ്ട്, അല്ലേ? ക്രൂശിതനായ ക്രിസ്തുവിനെ എല്ലാവരുടെയും കൺവെട്ടത്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിർത്തിയിരിക്കുമ്പോൾ ഈ കാലത്ത് പാപികളായ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ക്രിസ്തു ഒരിക്കൽ കഷ്ടം സഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു വഴിയല്ലാതെ ആർക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയില്ലെന്നുള്ളതാണ് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ അന്ന് കുറച്ചും കൂടെ കടന്ന് ചിന്തിച്ചത്, ക്രിസ്തു ഇന്ന് തൻ്റെ സഭയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു പാപിയായവൻ ദൈവസഭയോട് അടുത്ത് വരുമ്പോൾ ദൈവസഭയിൽ ഈ പറയപ്പെട്ട എല്ലാ ഉപകരണങ്ങളും ദൈവസഭയിലുണ്ട്. അതായത് യാഗപീഠമുണ്ട്, താമ്രത്തൊട്ടിയുണ്ട്, പിന്നീട് അതിനകത്തേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ഉപകരണങ്ങളെല്ലാം ദൈവസഭയിലുണ്ട്. യാഗപീഠം എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് വിളിച്ചു പറയുന്നത്. താമ്രത്തൊട്ടി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവസഭയിലേക്കൊരു പാപിയായവൻ കടന്നു വന്നാൽ അവിടെ ക്രൂശിൻ്റെ വചനങ്ങളുണ്ട്, ക്രൂശിൻ്റെ വഴികളുണ്ട്. അവിടെ ആ വഴികൾ ചെന്നെത്തുന്നത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്. ഇപ്പോൾ പാപിയായവന് വഴി കാട്ടുന്ന ഇടമാണ് ദൈവസഭ എന്ന് പറയുന്നത്, അല്ലേ? പാപിയായ ഒരുവന് വഴി കാണിച്ചു കൊടുക്കുന്ന ഇടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ഒരു വിടുതലിൻ്റെ സെൻ്റർ അല്ല, അതൊരു സൊസൈറ്റി അല്ല, അതൊരു ക്ലബ്ബല്ല, അതൊരു എൻ്റർടൈൻമെൻറ്റ് സെൻ്റർ അല്ല. അത് ദൈവം ഇറങ്ങി വസിക്കുന്ന ഇടമാണ്. ദൈവം ഇറങ്ങി വസിക്കുന്ന ഇടമാണ്. ആ കാരണത്താൽ ഒരു പാപിയായവൻ അടുത്തു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ, ഏതെങ്കിലും വിഷയത്തിൽ അവൻ ഭാരപ്പെട്ടാണ് കടന്നു വരുന്നതെങ്കിൽ അതിലൊരു വിടുതൽ ലഭിക്കില്ലെന്ന് ചോദിച്ചാൽ വിടുതൽ ലഭിക്കാം, നിശ്ചയമായും. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ തനിക്ക് കരുണ ചെയ്യണമെന്ന് തോന്നുന്നവനോട് കരുണ ചെയ്യുമെന്നേ. അതൊക്കെ ദൈവം ചെയ്യും, ദൈവം പ്രവർത്തിക്കും. നമ്മൾ പറയുന്ന ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്ന ഇടമാണ്. അപ്പോൾ പാപികളായ മനുഷ്യരെ ഇന്ന് ക്രിസ്തു ദൈവത്തോട് അടുപ്പിക്കുകയാണ്. അന്ന് സമാഗമന കൂടാരം വഴിയാണ് ദൈവത്തോട് അടുപ്പിച്ചതെങ്കിൽ ഇന്ന് തൻ്റെ സഭയാം കൂടാരം വഴി ദൈവത്തോട് അടുപ്പിക്കുന്നു. അത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിച്ച്, അന്ന് സമാഗമന കൂടാരം വഴി പാപിയായ മനുഷ്യന് ദൈവത്തോട് ഒരളവിൽ അടുത്ത് വരാം. ഇന്ന് ദൈവസഭയാം കൂടാരം വഴി പാപിയായ മനുഷ്യന് ഒരളവല്ല, കൃപാസനം വരെ കടന്നു വരാം. തത്സമയ സഹായത്തിന് കൃപ പ്രാപിപ്പാനുമായി കൃപാസനം വരെ കടന്നു വരാം. അതായത് ദൈവം വെച്ച വ്യവസ്ഥകളൊക്കെ അനുസരിച്ച് അതിൻ പ്രകാരം മുൻപോട്ട് വരുന്ന ഏതൊരാൾക്കും, അത് യവനനാകട്ടെ യഹൂദനാകട്ടെ, അത് ദരിദ്രനാകട്ടെ സമ്പന്നനാകട്ടെ, അത് പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരുമാകട്ടെ, ഈ പറയപ്പെട്ട നിലയിൽ അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് ഇന്ന് സാധിക്കും. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ദൈവരാജ്യ പ്രവേശനം, അതുപോലെ ക്രിസ്തുവുമായിട്ടുള്ള ആളത്വ ബന്ധം,
അങ്ങനെ അനവധി കാര്യങ്ങൾ തുറന്നു വരുന്ന ഒരു പഠനമാണത്, തുറന്നു വരുന്നൊരു പഠനമാണ്. എന്നാൽ ഇത് എല്ലാവർക്കും തുറന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. Deuteronomy chapter 29 verse 28. അതായത് മറഞ്ഞിരിക്കുന്നതൊക്കെ യഹോവയായ ദൈവത്തിനുള്ളതാണ്, വെളിപ്പെട്ടതെല്ലാം നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ഉള്ളതാണ്. നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ തലമുറയ്ക്കും പ്രയോജനപ്പെടുമല്ലോ. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ എല്ലാം മറഞ്ഞിരിക്കുകയാണ്, ഗഹനമായ വെളിപ്പാടുകൾ മറഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ ചില വാത്സല്യ സഹോദരങ്ങളോട് ഇടയ്ക്ക് പറയാറുണ്ട്, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്, ദൈവം എല്ലാ കാലത്തും കരുണയും കൃപയും ഉള്ള ദൈവമല്ലേ, നമുക്ക് മാത്രം ഇങ്ങനത്തെ വെളിപ്പാടും അവർക്ക് അങ്ങനത്തെ വെളിപ്പാടും എന്തുകൊണ്ട് കൊടുത്തില്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അതിന് ഇപ്പോൾ ഉത്തരവൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അതല്ലാതെ എന്താ പറയുക, ഇന്ന് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മോശയ്ക്ക് മനസ്സിലായിരുന്നില്ല, യോശുവായ്ക്ക് മനസ്സിലായിരുന്നു, ഇസ്രായേലിലെ രാജാക്കന്മാർക്ക് മനസ്സിലായിരുന്നു, ഇവർക്കാർക്കും അത് മനസ്സിലായില്ലെന്നേ. അപ്പം നമുക്കിന്നത് മനസ്സിലാകുകയാണ്. സമാഗമന കൂടാരം കാണുമ്പോൾ അവരെ സംബന്ധിച്ച് അത് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ നിഷ്കർഷയ്ക്കനുസരിച്ച് ഞങ്ങൾ പണിത ദൈവത്തിൻ്റെ മന്ദിരം, അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതിലേക്ക് നോക്കുമ്പോൾ അതിൽ നമ്മൾ ദൈവസഭയെ കാണുകയാണ്, അതിൽ നമ്മൾ ക്രിസ്തുവിനെ കാണുകയാണ്. അതിലെ ഓരോ ഉപകരണങ്ങളിലേക്കും നമ്മൾ നോക്കുമ്പോൾ അവിടെ സഭയെയും ക്രിസ്തുവിനെയും ഒരുമിച്ച് കാണുന്ന നിമിഷങ്ങളുണ്ട് അല്ലേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അതിലൂടെ ദർശിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കൃപയാലാണ് നാം തിരിച്ചറിയുന്നത്. മഹാകൃപ. മറഞ്ഞിരിക്കുന്നതൊക്കെ ദൈവത്തിനുള്ളത്, വെളിപ്പെട്ടതൊക്കെ നമുക്ക് തന്നെ അല്ലേ, വെളിപ്പെട്ടതൊക്കെ നമുക്കുള്ളത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പെന്തക്കോസ്തിൽ തന്നെ അനേകർക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പഴയ നിയമ ഭക്തന്മാർക്ക് അറിയാവുന്ന അത്രയും കൂടെ പോലും അറിയാത്ത ധാരാളം പേര് ഇന്ന് പെന്തക്കോസ്തിലുണ്ട്. നമ്മൾ പറയുന്ന ഈ സോക്കോൾഡ് പെന്തിക്കോസ്തിലെ പഴയ നിയമ ഭക്തന്മാർക്ക് ടാബർനാക്കിളിനെ കുറിച്ച് അറിയാവുന്ന അത്രയും കൂടെ അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർക്കുകയാണ്. ഞാൻ രക്ഷാമാർഗത്തിലേക്ക് വന്നു, അങ്ങനെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ച് കുറേ നാൾ മുൻപോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി കുറച്ചു കാലം മുൻപോട്ട് പോയതിന് ശേഷമാണ് ഈ ടാബർനാക്കിൾ സ്റ്റഡി എന്ന് പറയുന്നൊരു സ്റ്റഡിയിലേക്ക് ശ്രദ്ധ തിരിയാനിടയായത്. ടാബർനാക്കിളുമായി ബന്ധപ്പെട്ട് ഒരു ദൈവദാസൻ്റെ ഒരു പ്രസംഗം അല്പം കേൾക്കാനിടയായി, അല്പം മാത്രം, കൂടുതലല്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്കതൊരു വിസ്മയമായിപ്പോയി. അത് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഞാൻ കൊള്ളാവുന്നൊരു വ്യവസ്ഥാപിത പെന്തിക്കോസ് സഭയിലെ അംഗമാകട്ടോ, മോശക്കാരനല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പെന്തിക്കോസ് സംഘടനയായ അതിലെ ഒരു മെമ്പറാണ് ഞാൻ. അവിടുത്തെ ഒരു മെമ്പർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി എന്നേക്കാൾ സീനിയറാണ്, പക്ഷെ പുള്ളിയും കേട്ടിട്ടില്ല. പുള്ളി കേട്ടിട്ടുണ്ടെന്ന് തറപ്പിച്ച് പറയുമെന്ന് എനിക്കിപ്പോൾ പേടിയുണ്ട്. എന്നാൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷം പുള്ളി കേട്ടിട്ടില്ല. അതിനു മുമ്പെങ്ങാനും പുള്ളി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ പോലും ആ പ്രാദേശിക സഭയിൽ ഈ ടാബർനാക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക് പോലും പഴയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പഴയ നിയമത്തിലൊന്നും വായിക്കുന്നില്ലെന്നേ. നമ്മളങ്ങനെ ആ ഭാഗം വായിക്കുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് ഇസ്രായേൽ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് വരുമ്പോൾ പെസഹ ചോരത്തലി ചെങ്കടൽ കിടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. മരുഭൂമിയിലേക്ക് വന്നു, കുറേ ആൾക്കാർ അവിടെ ചത്തുപോയി, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇവിടെ വലിയ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ട് പിറന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്രയും കാലം മുൻപോട്ട് വന്നല്ലോ, 2026 ഇത്രയും കാലമായെങ്കിലും പല ഇടങ്ങളിലും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾക്ക് ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരിക്കൽ ഒരു ചർച്ചിൽ കടന്നു ചെന്നു. ആ ചർച്ചിൽ ഈ ടാബർനാക്കിളിൻ്റെ ഒരു പിക്ചർ വെച്ചിരിക്കുക. അപ്പോൾ തികച്ചും അവിചാരിതമായിട്ടാണ് ഞാൻ അവിടെ കടന്നു ചെന്നത്. അന്നത്തെ അവിടുത്തെ അതിഥിയായ പാസ്റ്റർ ഞാൻ തന്നെയാണ്. കൂടുതൽ സമയം എനിക്കാണ് അനുവദിക്കുന്നത്. അവിടുത്തെ പാസ്റ്റർ സങ്കീർത്തനത്തിൽ നിന്ന് എന്തോ 1-2 വാക്ക് പറഞ്ഞിട്ടങ്ങ് ഇരുന്നു.
അപ്പോൾ ആ വായിച്ച സങ്കീർത്തനത്തിനകത്തും ഈ ടാബർനാക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമുണ്ട്. അവരുടെ ഭിത്തിയിൽ ഇങ്ങനെ ഒരു പിക്ചർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതങ്ങനെ പഴകിയിരിക്കുകയാണ്, ഇത്തിരി പഴക്കമുള്ളതാണ്. മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഏതോ ദൈവദാസൻ ഈ പിക്ചർ അവിടെ ഒട്ടിച്ചു വെച്ചതായിരിക്കാം. അത് എത്ര കാലം മുമ്പുണ്ടായിരുന്ന ദൈവദാസനായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. പ്രായമുള്ള മുതിർന്ന ദൈവദാസനായിരുന്നു, അന്നുണ്ടായിരുന്ന വിശ്വാസികൾ ഇപ്പോൾ ആ ചർച്ചിലുണ്ടോ, അത് ഇതൊക്കെ പുതിയ വിശ്വാസികളാണോ, ഒന്നും നമുക്കറിയില്ല. അപ്പം ഞാൻ ആ പിക്ചറിലേക്ക് എല്ലാവരോടും ഒന്ന് നോക്കാൻ പറഞ്ഞു. എല്ലാവരും നോക്കി. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന സഹോദരിമാരോട് ചോദിച്ചു, ആ പിക്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറത്തൊരു വാതിൽ കാണാം. അതാണ് പ്രാകാര മറശ്ശീല എന്ന് പറയുന്നത്, ആദ്യത്തെ വാതിൽ, എൻട്രൻസ്. ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഉപകരണം അവിടെ ഇരിപ്പുണ്ടല്ലോ, അത് എന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു അത് പെട്ടകമാണെന്ന് പറഞ്ഞു, വേറെ ചിലർ വേറെ എന്തൊക്കെയോ പറഞ്ഞു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക. ദൈവമേ, ഈ തലവേദനക്കാരൻ എവിടെ നിന്ന് വന്നു, അതായിരിക്കും അവർ ചിന്തിച്ചത്. എനിക്കും ചിരി വന്നു. ചിരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, അവരെല്ലാം ചിരിക്കുമ്പോൾ പിന്നെ എനിക്കും ചിരിക്കാമല്ലോ. സത്യത്തിൽ ചിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ കണ്ണുനീരാണ് വരുന്നത്. അല്ല, അവരാരും മോശക്കാരായതുകൊണ്ടല്ല. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ പ്രാദേശിക സഭയിൽ ഞാൻ വലിയ പാട്ടും പ്രാർത്ഥനയായിട്ടിരുന്ന ആ കാലത്ത് അവിടെ വന്ന് എന്നോട് ചോദിക്കുമായിരുന്നെങ്കിൽ ഞാനും അന്തം വിട്ട പോലെ ഇരിക്കില്ലായിരുന്നോ? കാരണം എൻ്റെ പ്രാദേശിക സഭ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നില്ല. പഠിപ്പിച്ചാലല്ലേ ഇത് അക്ക വിട്ട് നിരത്തി ഇന്നതാണെന്ന് പറയാൻ കഴിയുന്നത്. പൂർവ്വകാലങ്ങളിൽ പെന്തക്കോസ്തുകാർക്ക് ഇങ്ങനെയുള്ള വിഷയത്തിൽ നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു. കാരണം അന്നുള്ള ദൈവദാസന്മാരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ നിശ്ചയമായും പഠിപ്പിക്കും. അവർ ദൈവരാജ്യ സംബന്ധിയായ കാര്യങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ജനത്തെ അതിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അവർ പഠിപ്പിക്കും. നിഴലും പൊരുളും ഒക്കെ കൊണ്ടുവരും. അതായത് നമ്മൾ പാപത്തിലായിരുന്നു, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നു, വിശുദ്ധ ജീവിതം നയിക്കണം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും അഭികാമ്യമായൊരു വിഷയം ഇതാണ്. പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഇത്ര സീരിയസ് ആയ വിഷയം വേറെയില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ ദൈവദാസന്മാർ ഈ കാര്യങ്ങൾ ഗഹനമായി ആളുകളെ ധരിപ്പിച്ചിരുന്നു. ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എടുത്ത് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നിൻ്റെ പെന്തിക്കോസ്തിന് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ല. അതിന് ചില തെളിവുകൾ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഒത്തു വന്നാൽ പറയാം. ഒരു കാര്യം ഞാൻ ഇന്നലത്തെ മെസ്സേജിൽ പറഞ്ഞിരുന്നു, അത് ഒന്നുകൂടെ ഇവിടെയും നിങ്ങളോട് സൂചിപ്പിക്കാം. തലമുതിർന്ന 1-2 ദൈവദാസന്മാർ ഈ കഴിഞ്ഞ ദിവസം പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അവർ തന്നെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയ എന്തോ ഒരു സംഘടനയാണ്, എന്തോ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഏതോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഉപദേശിമാർക്ക് അവർ അവാർഡ് കൊടുക്കുകയാണ്, ഗ്രഹാം സ്റ്റെയിൻസ് അവാർഡ്. മറ്റൊരാൾക്ക് കൊടുക്കുന്ന എന്താ, സ്റ്റാൻ സാമി അവാർഡ്. അത് സ്റ്റാൻ സാമി എന്ന് പറയുന്ന കത്തോലിക്കയിലെ ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ജാർഖണ്ഡിലോ മറ്റോ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തെ ഇന്ത്യയുടെ ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്ത് വല്ലാതെ പീഡിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം അവിടുത്തെ സാധാരണ ജനത്തെ ഉദ്ധരിക്കാൻ വേണ്ടി കടന്നുപോയതാണ്. മനുഷ്യത്വമുള്ളൊരു മനുഷ്യരുടെ ഉദ്ധാരണത്തിന് വേണ്ടി കടന്നുപോയതാണ്. അവരുടെ സാമൂഹ്യ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം, അവരെ അപ്ഗ്രേഡ് ചെയ്യണം, അവരെ ഉയർത്തണം. അതിനു വേണ്ടിയിട്ട് കടന്നുപോയ ആളാണ്. അല്ലാതെ അദ്ദേഹം സുവിശേഷം പറയാനോ യേശുക്രിസ്തുവിലൂടെയാണ് നിത്യരക്ഷയെന്നോ യേശുവിലൂടെ മാത്രമാണ് ആത്മരക്ഷ ലഭിക്കുന്നതെന്നൊന്നും അങ്ങനെ അദ്ദേഹം പറയുന്ന ആളല്ല. അതൊന്നും പറയാൻ വേണ്ടി പോയതുമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് അങ്ങനെയൊക്കെ പറയുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ഉപദേശിമാർക്ക് കൊടുക്കുന്നതിൽ വല്ല ന്യായമുണ്ടോ? സ്റ്റാൻ സാമിയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കേണ്ടതല്ലോ ദയാവായിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബായിക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. ഈ പെന്തക്കോസ് പാസ്റ്റർമാർക്ക് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് മറഞ്ഞിരിക്കുന്ന യഹോവയ്ക്കുള്ളത്, വെളിപ്പെട്ടത് നമുക്കുള്ളത്. നമുക്കൊന്നും വെളിപ്പെടുന്നില്ല. വെളിപ്പെട്ടാൽ നമ്മൾ അവാർഡ് മേടിക്കാൻ പോവോ? അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ ഒരു കമൻറ്റ് പറഞ്ഞത് ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഇത്രയേ ഉള്ളൂ, അതിസാഹസികമായ 3 മിഷൻ യാത്രകൾ നടത്തിയ ആളാണ് പൗലോസ്. 4ാമത്തെ യാത്ര റോമിലേക്കാണ്. പടക് തകർന്ന് മെലീത്ത ദ്വീപിലേക്കൊക്കെ ചെന്ന് കയറുന്ന ആ ഒരു കയറ്റം അണലി കടിച്ച് തീർന്നു പോകേണ്ടതായിരുന്നു. അണലിയുടെ ചോട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന പൗലോസിന് കിട്ടിയത് ചെറിയൊരു ട്രോഫിയാണ്. ഈ പാസ്റ്റർമാർക്ക് കൊടുക്കുന്ന വലിയ ട്രോഫിയാണ് കൊടുക്കുന്നത്.
പൗലോസിന് കൊച്ചു ട്രോഫിയാണ് കൊടുത്തത്. അത് മര്യാദയാണോ? പൗലോസിന് എന്ത് ട്രോഫിയാണ് സഹോദരങ്ങളെ ലഭിച്ചത്? പൗലോസിന് പൊന്നാടയും ഷീൽഡൊക്കെ വല്ലതും കിട്ടിയോ? നമ്മൾ ഈ പഠനത്തിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയും പരിശുദ്ധിയും ഒക്കെ മനസ്സിലാക്കുന്നത്. പാപികളായ നാം ദൈവത്തോട് അടുക്കുകയാണ്. നാം ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ ആർക്കും അവാർഡില്ല, ദൈവരാജ്യത്തിൽ ആർക്കും പൊന്നാടയില്ല, ദൈവരാജ്യത്തിൽ ആർക്കും ഇപ്പോൾ പ്രത്യേക സ്വീകരണങ്ങളൊന്നുമില്ല. ദൈവരാജ്യത്തിൽ കടന്നു വന്ന നാം ഓരോരുത്തരും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിൽ കടന്നു വന്ന നാം ഓരോരുത്തരും യാത്രക്കാരാണ്. ഇനി ശുശ്രൂഷകരോടുള്ള ബന്ധത്തിലോ? ശുശ്രൂഷ പൂർത്തീകരിക്കുന്നത് കാഹളം ധരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളെ പെട്ടിയിലേക്ക് വെക്കുമ്പോഴാണ് ശുശ്രൂഷ പൂർത്തീകരിക്കുന്നത്. അതുവരെ നാം ശുശ്രൂഷയിലാണ്. അതുവരെ ശുശ്രൂഷകർ ഓരോരുത്തരും ശുശ്രൂഷയിലാണ്. അപ്പോൾ ശുശ്രൂഷയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അവാർഡ് കൊടുക്കും? അവാർഡ് കൊടുക്കാൻ പറ്റിയ ഒരാളല്ലേ ഉള്ളൂ, അല്ലേ? അവാർഡ് ലഭിക്കുന്ന ഇടത്തെക്കുറിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പെന്തിക്കോസ്തുകാർ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. അതല്ലാതെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് അവാർഡ് കിട്ടുമെന്ന് പൂർവന്മാർ പഠിപ്പിച്ചിരുന്നില്ല. സഹോദരങ്ങളെ, അവാർഡ് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ്. അതിന് വെളിയിലൊരു സ്ഥലത്ത് നിന്നും അവാർഡ് കിട്ടുമെന്ന് പെന്തിക്കോസ്തിൻ്റെ പൂർവന്മാർ പഠിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ആളുകൾ പറയാണ്, സ്തുത്യർഹമായ സേവന നിമിത്തം ഞങ്ങളൊരു അവാർഡും ഒരു പൊന്നാടയും കൊടുക്കുകയാണ്, ഒരു നാരങ്ങ വെള്ളവും കൊടുക്കുകയാണ്. ഓടിയേ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓടി മടുത്തു വന്നതുകൊണ്ട് 80 വയസ്സ് 85 വയസ്സുള്ള ദൈവദാസന് ഒരു നാരങ്ങ വെള്ളം കൊടുക്കുന്നതിൽ തെറ്റുണ്ടോയെന്ന് ചോദിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഓട്ടം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്നയാളുടെ ഓട്ടം പൂർത്തീകരിക്കപ്പെടാതെ പുള്ളിക്ക് പൊന്നാടയും നാരങ്ങ വെള്ളവും ജ്യൂസും ഒക്കെ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയാൻ മേല. അങ്ങനെ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ ജ്യൂസ് കുടിപ്പിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഓട്ടത്തിൽ നിന്ന് പുള്ളി തെറ്റിപ്പോവില്ലേ? പുള്ളി ഓട്ടത്തിലൊക്കെ പാട്ട് പാടിക്കൊണ്ടാണ് ശരിക്കും ഓടേണ്ടത്. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭൻ്റെ നല്ല പാത പിന്തുടർന്നിടാം എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക. അന്നേരം നമ്മൾ പറയാം, നിൽക്ക് സംഭവമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇനി ഓടാം, ടൗലൊക്കെ കൊടുത്തിട്ട് വേർപ്പൊക്കെ ഒന്ന് ഒപ്പി കുറച്ച് ഫ്രഷായിട്ട് ഇനി ഓടിക്കോ. അങ്ങനെ ഒരു ഓട്ടം ഉണ്ടോ? അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വഴിതെറ്റിപ്പോയി എന്നൊരു യൗവനക്കാരൻ ഇന്നലെ എന്നോട് ചോദിച്ചു. ഉത്തരം ഇത്രയേ ഉള്ളൂ, മറിഞ്ഞിരിക്കുന്ന യഹോവയ്ക്കുള്ളത്, വെളിപ്പെട്ടത് നമുക്കുള്ളത്. പലതും വെളിപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ പറയുമ്പോൾ കേൾവിക്കാരായ പലരും ചിന്തിക്കും, അത് ഇച്ചിരി കടന്ന പ്രയോഗമല്ലേ എന്ന്. അതിനകത്ത് പ്രത്യേകിച്ച് കടന്ന പ്രയോഗമൊന്നുമില്ല. ഒരുപക്ഷെ ചില കാലത്തൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പൂർവ്വകാലങ്ങളിൽ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവരതിനോട് നീതി പുലർത്താതെ വരുമ്പോൾ അവരുടെ സ്മരണയിൽ പോലും അത് പിന്നെ നിൽക്കില്ല. അത് ഓർത്തെടുത്ത് അതിനനുസരിച്ച് ആ വെളിപ്പാടിൽ ജീവിക്കാൻ ഒരു കൃപ ആവശ്യമല്ലേ? ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്ന ഒരുവന് ദൈവം ആ കൃപ പകരുമോ? അല്ലേ? കണ്ണിൻ്റെ മുമ്പിൽ ആ വചനം ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണ്, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ സന്ദർഭവശാൽ ആ വാക്യം വായിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വീണ്ടും ടാബർനാക്കലിൻ്റെ ആ ഒരു പിക്ചർ മുൻപിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടെ അങ്ങ് അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 3 ഭാഗമാണ്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം അഥവാ മോസ്റ്റ് ഹോളി പ്ലേസ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ വാതിൽ തുറന്ന് കയറി വരുന്ന പ്രാകാരത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ വാതിൽ തുറന്ന് കയറി വരുന്ന ആ പ്രാകാരം അഥവാ കോട്ടിയാട് എന്ന് പറയുന്ന ഇടം, അവിടേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ സ്വാഭാവികമായ വെളിച്ചമാണുള്ളത്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വെളിച്ചമാണ് അവിടെയുള്ളത്, സ്വാഭാവികമായ പ്രകാശം. അത് കഴിഞ്ഞ് അതിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആ മെനോറയിലെ വെളിച്ചം അഥവാ ആ കവരവിളക്കിൽ നിന്ന് പ്രകാശിക്കുന്ന ആ വെളിച്ചമാണ് ഹോളി പ്ലേസിലുള്ളത്. അതും കഴിഞ്ഞ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നാച്ചുറലായിട്ടുള്ള ലൈറ്റും ഇല്ല, ഈ ആർട്ടിഫിഷ്യലായിട്ട് അഥവാ മനുഷ്യൻ നിർമ്മിച്ചതായ വെളിച്ചം ഒന്നും അവിടെയില്ല. അവിടെയുള്ളത് ദൈവത്തിൻ്റെ മഹത്വമാണ്, അല്ലേ? അവിടെയുള്ളത് ദൈവത്തിൻ്റെ മഹത്വമാണ്. മഹത്വത്താൽ നിറഞ്ഞിരിക്കുകയാണ് അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ അത് പറയുമ്പോൾ സദൃശവാക്യം 4:18 വായിച്ചേ. Proverbs chapter 4 verse 18. അതായത് നമുക്ക് ലഭിക്കുന്ന വെളിപ്പാട് അത് പ്രോഗ്രസീവ്ലി ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കാര്യം പറയാനാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. മറഞ്ഞിരിക്കുന്ന യഹോവയ്ക്കുള്ളത്, വെളിപ്പെട്ടത് നമുക്കുള്ളത്.
അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാട് എന്ന് പറയുന്ന പ്രാകാരത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് ലഭിക്കുന്നൊരു പ്രഭാതത്തിലെ വെളിച്ചം, അത് പരിമിതമായൊരു വെളിച്ചമാണ് നമുക്കറിയാം. അത് മുൻപോട്ട് പോകുന്തോറും പിന്നെ എങ്ങനെയാണ് വായിച്ചത്, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. നട്ടുച്ചയ്ക്കുള്ള വെളിച്ചം എങ്ങനെയായിരിക്കും? പ്രാകാരാനുഭവത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. അതുപോലെ നാം അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു. ആ നട്ടുച്ചയാണത് കാണിക്കുന്നത്. അത് ഏറ്റവും പ്രകാശപൂരിതമായൊരു അനുഭവമാണ്. എന്ന് വെച്ചാൽ വെളിപ്പാടിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് ആ പറയുന്നത്. വെളിപ്പാടിൻ്റെ ഒരു ഉത്തുംഗ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. പ്രാകാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, രക്ഷകൻ, അത്രയൊക്കെ അറിയാം. പരിശുദ്ധാത്മാവിൽ നമ്മൾ യേശുവിനെ കർത്താവെന്ന് അംഗീകരിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ വിളക്കിലേക്ക് നോക്കുമ്പോൾ, അതുപോലെ മേശയിലേക്ക് നോക്കുമ്പോൾ, ഇൻസെൻസ് ഓൾട്ടറിലേക്ക് നോക്കുമ്പോൾ, ഇവിടെയൊക്കെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള ബോധ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആഴത്തിലുള്ള ബോധ്യങ്ങൾ. അത് ഉയർന്ന വെളിപ്പാടിൻ്റെ അനുഭവങ്ങളാണതെല്ലാം. ഉയർന്ന വെളിപ്പാടിൻ്റെ അനുഭവങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു വാക്ക് പറയാം. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചിട്ടുള്ള കാര്യമാകട്ടോ, സന്ദർഭവശാലാണ് പഴയ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്നൊരു ഭക്തൻ തിരിച്ചറിയുന്നൊരു കാര്യമാണ്, അവിടെ കത്തി നിൽക്കുന്ന വിളക്കിലേക്ക് നോക്കുമ്പോൾ ആ വിളക്ക് ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ഒലിവെണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അതുപോലെ അതിലേക്കൊരു തിരി ഇറക്കി വെച്ചിട്ടുണ്ട്. ആ തിരി നമ്മെ ഓരോരുത്തരെയും കാണിക്കുന്നു. ആ കാഴ്ചയിൽ നാം ക്രിസ്തുവിനെ ദർശിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നു. നാം ആ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്ന കാഴ്ചയും കാണുന്നു. പ്രാകാരത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ബോധം ഉണ്ടാവുമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു, സ്വോത്രകാഴ്ച ദശാംശമൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ മുൻപോട്ട് കടന്നു വരാതെ ഉള്ള പൊത്തുവരുത്ത അനുഭവത്തിൽ അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നൊരു സഹോദരനെ എനിക്കറിയാം, എറണാകുളം പട്ടണത്തിലുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു മുതിർന്ന ദൈവദാസൻ എന്നോട് ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ ഒരു മീറ്റിങ്ങിന് ഇദ്ദേഹത്തെ ക്ഷണിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ, പുള്ളി മീറ്റിങ്ങിന് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണ്. കാരണം പുള്ളി എന്നോട് പറഞ്ഞിട്ടുള്ളത്, കൂടുതൽ വചനം പഠിക്കാൻ പാടില്ല, കൂടുതൽ വചനം പഠിച്ചാൽ തെറ്റിപ്പോവും, കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല, അറിഞ്ഞ കാര്യങ്ങൾ മതി, യേശു ക്രിസ്തു ഏകരക്ഷകൻ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം, അത്രയേ ഉള്ളൂ പുള്ളിയുടെ പരിപാടി. അതിലപ്പുറമുള്ള കാര്യത്തിലേക്ക് പോയാൽ തെറ്റിപ്പോകുമെന്ന് പുള്ളി ഉറപ്പിച്ച് പറയുകയാണ്. ഉറപ്പായിട്ട് തെറ്റിപ്പോകുമെന്നാണ് പുള്ളി പറയുന്നത്. അതെന്താ ബ്രദർ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, ഈ നാട്ടിലുള്ള പാസ്റ്റർമാരെല്ലാം ഇങ്ങനെ പല ഉപദേശങ്ങളും പല ആശയങ്ങളും പറയുന്നത് തെറ്റിപ്പോയതുകൊണ്ടാണ്. അവർ കൂടുതൽ വചനം വായിക്കാനും പഠിക്കാനും പോയി. ദൈവമേ, 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ മനുഷ്യരുണ്ടെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞാനിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഇതേ ഇനത്തിൽപ്പെട്ട ആളുകൾ ഭൂപ്പരപ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവമേ മാനസാന്തരപ്പെടട്ടെ എന്നോർത്താം. എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിച്ച് നമ്മൾ ഈ പറയുന്ന മെസ്സേജ് അവരുടെ കാതുകളിൽ എത്തുകയാണെങ്കിൽ. അപ്പം ഞാൻ ഈ സഹോദരനോട് ഒരിക്കൽ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ആ വിഷയം വളരെ മനോഹരമായ നിലയിൽ ഞങ്ങളിവിടെ ഒരുമിച്ച് ചിന്തിച്ച കാര്യങ്ങളാണ്. സഹോദരൻ, ആ ഇന്ന പ്രസംഗം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഈ കാര്യം വിസ്തരിച്ച് പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞാൽ അത്രയും ഒക്കണമെന്നില്ല, ആ മെസ്സേജിൽ ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിതൊന്നും കേൾക്കില്ലെന്ന്. ആഹാ, അപ്പോൾ എൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ടാലോ? ഞാൻ തന്നെയല്ലേ പ്രസംഗിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നേരിട്ട് പറയുന്നതും അങ്ങനെയാണെങ്കിൽ അതൊരു മര്യാദയാവില്ലല്ലോ. നിങ്ങളെ ഞാൻ ചിലപ്പോൾ തെറ്റിച്ച് കളഞ്ഞാലോ? വിചിത്രമായ ചിന്തകളാണ് മനുഷ്യരുടെ തലയ്ക്കകത്തിരിക്കുന്നത്. ഈ പറയപ്പെട്ട സഹോദരങ്ങളൊക്കെ ആ പ്രാകാരത്തിൽ ഒരു കുറ്റിയടിച്ചിട്ട് അവരെ ഇങ്ങനെ ഒരു കയറുകൊണ്ട് അവിടെ കുറുക്കി കെട്ടിയിട്ടിരിക്കുക, ആ മൂലയ്ക്ക് എവിടെയോ കെട്ടിയിട്ടിരിക്കുക. അതേസമയം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? അതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കടന്നു വന്ന് കാര്യങ്ങളെ ആഴത്തിൽ കണ്ടെത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. നമ്മുടെ ദൈവരാജ്യ പ്രവേശനം എന്ന് പറയുന്നത് അതൊരു ചുമ്മാ തമാശയൊന്നുമല്ല. നമ്മൾ ചുമ്മാ അങ്ങ് രക്ഷിക്കപ്പെട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടവരല്ല. ഇപ്പോഴത്തെ ഈ അന്ധകാര ലോകത്തിന് പ്രകാശം കൊടുക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നാം എന്നുള്ളതാണ് ആ വിശുദ്ധ സ്ഥലത്ത് ആ വിളക്കിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ സഭയെ ആഹ്വാനം ചെയ്യുന്നത്. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം.
നിങ്ങൾ പ്രകാശിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കണം. നിങ്ങളാകുന്ന തിരി ആ ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണയിൽ മുങ്ങിക്കെടുക്കണം. അങ്ങനെ മുങ്ങിക്കിടന്ന് കത്തണം. കത്തിയത് പരമാർത്ഥമാണെങ്കിൽ കരിന്തിരികളുണ്ടാവും. അങ്ങനെ കരിന്തിരികൾ ഉണ്ടായിക്കഴിയുമ്പോൾ ആ കരിന്തിരികൾ മുറിച്ചു മാറ്റപ്പെടും. അത് ഇത്തിരി വേദനാജനകമായ അനുഭവമാണ്. അതെല്ലാം പ്രാകാരത്തിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകുമെന്ന എൻ്റെ ചോദ്യം. പ്രാകാരത്തിൽ നിൽക്കുന്ന, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എല്ലാമായി, ഇത്രയും മതി എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും? അപ്പം നമ്മളിൽ പലരുടെയും ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻ സ്വാമി ജാർഖണ്ഡിൽ പോയി അവിടെ കുട്ടികളെ പഠിപ്പിച്ചില്ലേ, അവിടെ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും. അതിന് അതിൻ്റേതായ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. അതേസമയം ഒരു പുതുനിയമ ക്രിസ്ത്യാനിയെ ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ആ ലോകത്ത് അന്ധകാരമാണ്. ആ അന്ധകാര ലോകത്തിന് നമ്മൾ പ്രകാശം കൊടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞു കരിന്തിരികളുണ്ട്, കരിന്തിരികൾ മുറിച്ചു മാറ്റുമെന്ന്. ആ മുറിച്ചു മാറ്റുന്ന കരിന്തിരികൾ നിലത്തേക്കല്ല ഇടുന്നത്. ഇസ്രായേൽ അവരുടെ പ്രയാണത്തിൽ മുൻപോട്ട് പോകുന്ന മരുഭൂമിയിലൂടെയാണെന്ന് നമുക്കറിയാം. അങ്ങനെ മരുഭൂമിയിലൂടെ പോകുമ്പോഴാണ് കൂടാരം അടിക്കുന്നത്. ആ കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് വിളക്ക് നിൽക്കുന്നത്. ആ വിളക്ക് വെച്ചിരിക്കുന്നത് എവിടെയാ? മണലാരണ്യത്തിലല്ലേ? മണലിൻ്റെ മുകളിലല്ലേ വിളക്കിരിക്കുന്നത്. അങ്ങനെ വിളക്ക് കത്തി അതിൽ നിന്നാണ് കരിന്തിരി മുറിച്ചു മാറ്റിയ കാര്യം പറഞ്ഞത്. അങ്ങനെ മുറിച്ചത് താഴേക്കിടില്ലെന്ന്. ഈ മുറിക്കുന്ന കരിന്തിരി പിന്നീട് സൂക്ഷിക്കുന്നത് പൊൻപാത്രത്തിലാണ്. ഈ അന്ധകാര ലോകത്തിന് പ്രകാശം കൊടുത്ത ഭക്തന്മാരുടെ സമർപ്പിത ജീവിതമാണ് ആ മുറിച്ച് പൊൻപാത്രത്തിലേക്ക് വെക്കുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ അതിന് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? സ്വർഗദൂതന്മാർ പേര് വിളിക്കുമ്പോഴേ കത്തി 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 അമർന്നു, അവസാനം വരെ കത്തി നിൽക്കുകയാണ്. പെട്ടിക്കകത്തേക്ക് വെക്കുന്ന നിമിഷം വരെ കത്തി നിൽക്കുകയാണ്. പൗലോസ് പറഞ്ഞതുപോലെ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന്. ഈ തിരി ഒരിക്കൽ പോലും കെട്ടുപോകാനായിട്ട് അനുവദിച്ചില്ല. കത്തി നിന്നു. കത്തിയ സമയത്തൊക്കെ കരിന്തിരികളുണ്ടായി. കരിന്തിരികൾ മുറിച്ചു മാറ്റുന്നത് കൂടുതൽ പ്രകാശിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ ചില അനുഭവങ്ങളൊക്കെ ദൈവം തരും. ആ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മെ കൂടുതൽ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പരിവരുത്തി അനുഭവത്തിലൂടെ നടത്തുന്നത്. നമുക്കൊരിക്കലും ഇഷ്ടമല്ലാത്ത അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊക്കെ എന്തിനാ? നമ്മെ കൂടുതൽ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയാണ്. ശരാശരി പെന്തിക്കോസ്ത് ലോകത്ത് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ചിരിക്കും. എന്നാ വട്ട് പ്രസംഗമാണെന്ന് ചോദിക്കും അവർ. കാരണം കഴിഞ്ഞ ആഴ്ച അവർ അങ്ങനെയല്ല കേട്ടത്. അവരിങ്ങനെ സ്പ്രിങ്ങേൽ നിർത്തുന്ന പ്രസംഗം വന്ന് നിർത്തിയതായിരുന്നു. ഇന്നിപ്പോൾ പറയാണ് കരിന്തിരി മുറിച്ചു മാറ്റും, പൊൻപാത്രത്തിലിടും. അതൊക്കെ പറഞ്ഞ് അവർക്കത് ഗ്രഹിക്കാനുള്ള ശേഷിയില്ല. ഈ പൊൻപാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കരിന്തിരി ഒരു ദിവസം ഉടയവൻ്റെ മുമ്പിൽ വെളിപ്പെടും. സ്വർഗദൂതന്മാർ അത് വെളിപ്പെടുത്തും. ഓരോരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ പ്രകാശിച്ച പ്രകാശത്തിനനുസരിച്ച് കരിന്തിരികൾ മുറിക്കപ്പെടും. ആ മുറിക്കപ്പെട്ട കരിന്തിരികൾ ഉടയവൻ്റെ മുമ്പാകെ വരുമെന്ന്. അവിടെയാണ് കിരീടങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ വെളിപ്പെടുന്നത്. നമ്മുടെ ജീവിതം അവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. എല്ലാം അവിടെ വെളിപ്പെടും. ഈ ഭൂമിയിൽ വെളിപ്പാടിൽ ജീവിച്ച ഒരുവൻ്റെ ജീവിതം ഒടുക്കം എല്ലാവരുടെയും മുമ്പിലാണ് ഇത് റിവീൽ ചെയ്യുന്നത്. നോക്കണം, സകല വിശുദ്ധന്മാരും, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് അണിനിറഞ്ഞിരിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠന്മാർ, ഭക്തന്മാർ അവിടെ കടന്നു വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചേ സഹോദരങ്ങളെ, നിങ്ങൾ ആ പിക്ചർ ഒന്ന് ഭാവന കണ്ടേ. അവിടെ ഹാനോക്കുണ്ട്, നോഹയുണ്ട്, അവിടെ അബ്രഹാമുണ്ട്, ഇസഹാക്കുണ്ട്, യാക്കോബുണ്ട്, അവിടെ മോശയുണ്ട്, യോശുവായുണ്ട്, അവിടെ ഏലിയാവുണ്ട്, ഏലീശയുണ്ട്, അവിടെ ദാവീദുണ്ട്, ഭക്തന്മാരെല്ലാം ഉണ്ട്. യോഹന്നാൻ സ്നാപകനെ അവിടെ കാണാം. അതിലൊക്കെ അപ്പുറമായിട്ട് കുഞ്ഞാടിൻ്റെ കാന്തയെ നമുക്കവിടെ കാണാം. അവൻ്റെ അപ്പസ്തോലന്മാർ, മേൽപ്പറയപ്പെട്ട പേരുകളിൽ നിന്നൊക്കെ വളരെ ഔന്നത്യത്തിലാണ് അവർ നിൽക്കുന്നത്. അവിടെയാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലെ വാക്യം ഓർമ്മയിൽ വരുന്നത്. ചന്ദ്രൻ്റെ തേജസ് വേറെ, സൂര്യൻ്റെ തേജസ് വേറെ. പഴയ നിയമക്കാരുടെ തേജസ് വേറെ, പുതിയ നിയമക്കാരുടെ തേജസ് വേറെ. നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും ഇത് എഴുതിയതാ.
മുഖപക്ഷമുണ്ടോ ദൈവത്തിനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷയുടെ കാര്യത്തിൽ മുഖപക്ഷമില്ലെന്നേ. ദൈവത്തിൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. മറഞ്ഞിരിക്കുന്ന യഹോവയ്ക്കുള്ളത്, വെളിപ്പെട്ടത് നമുക്കുള്ളത്. പഴയ നിയമകാലത്ത് പല കാര്യങ്ങളും ദൈവം മറച്ചു വെച്ചു. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ നമുക്ക് അവകാശമില്ലെന്നേ. ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ നമുക്ക്? എന്താണ് അവർക്ക് മറച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് തുറന്ന് തന്നതെന്ന് എങ്ങനെ ചോദിക്കും? ഇതെല്ലാം അവർക്ക് മറഞ്ഞിരിക്കുകയായിരുന്നു. തുടർന്ന് നമ്മളുടെ ധ്യാനം മുൻപോട്ട് വരുമ്പോൾ പെട്ടകവുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അവിടെ പല കാര്യങ്ങളും മറഞ്ഞിരിക്കുകയാണ്. അതൊന്നും തുറക്കാൻ ദൈവം അനുവദിച്ചില്ല. അതേസമയം ബത്ശേമേശ്വര് പെട്ടകം തുറക്കാനായിട്ട് പരിശ്രമിച്ചു. എത്ര ആയിരമാണ് അവിടെ പട്ടുപോയത്. ദൈവം കരുണയുള്ളവനും കൃപാനിധിയും ദയാനിധിയും പിന്നെ എന്തൊക്കെയാ, അതെല്ലാം അല്ലേ. ഈ ബത്ശേമേശ്വരോട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതെന്തുകൊണ്ട് ചെയ്തു എന്നും ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ എന്ത് ചോദിക്കാനാ ദൈവത്തോട്? ദൈവത്തിൻ്റെ നിശ്ചയങ്ങളും നിർണയങ്ങളും അവിടുന്ന് നിർണയിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനൊന്നും മാറ്റം വരാൻ പാടില്ലെന്നേ. അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കും. അതെങ്ങനെ മാറും? തൻ്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് മരിക്കാനാണ്, ക്രൂശിക്കപ്പെടാനാണ്. അപ്പൊ പത്രോസ് പറയാണ്, അതരുത് കർത്താവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിർണയമാണെന്നേ അത്. അവൻ ഉലകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അവൻ അറുക്കപ്പെടാനാണ് കടന്നു വന്നിരിക്കുന്നത്. അന്നേരം പത്രോസ് പറയാണ്, നിനക്കത് അരുത് കർത്താവേ എന്ന്. പൗലോസ് യെരുശലേമിലേക്ക് പോകുന്നത് പിടിക്കപ്പെടാൻ തന്നെയാണ്, ബന്ധിതനാകാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കൈസരയിലിരുന്ന് പറയാണ്, നിനക്കത് അരുതേ, നീ അങ്ങനെ യെരുശലേമിലേക്ക് പോകരുതേ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിർണയത്തിൽപ്പെട്ട കാര്യങ്ങളാണത്. പൗലോസ് യെരുശലേമിലേക്ക് വരേണ്ടതുണ്ട്, അവിടെ നിന്ന് പിടിക്കപ്പെടേണ്ടതുണ്ട്, കൈസരയിലെ ജയിലിലേക്ക് വരേണ്ടതുണ്ട്. അവിടെ ചില വിസ്താരങ്ങളുണ്ട്. അതിൽ താൻ തൃപ്തനല്ലാതെ വരുമ്പോൾ മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു. അതിനാണ് കൈസറെ അഭയം ചൊല്ലുക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ അതൊക്കെ വായിച്ചിട്ട് എന്താ പറയുന്നതെന്ന് അറിയാവോ? പൗലോസിന് കൈസറയൊക്കെ അഭയം ചൊല്ലാം. നമ്മളിവിടുത്തെ രാഷ്ട്രീയക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധത്തിന് പോകുമ്പോൾ കുറേ അതിവിശുദ്ധന്മാർ ചോദ്യം ചെയ്യാൻ വരുമെന്ന്. ഈ അതിവിശുദ്ധൻ എന്ന് പറഞ്ഞ് കളിയാക്കിയത് ആരെയാണെന്നറിയാവോ? ഈ സാധുക്കളായ നമ്മളെ ഓരോരുത്തരെയാ. പൗലോസ് കൈസറെ അഭയം ചൊല്ലിന്ന്. അതിൻ്റെ കോണ്ടസ്റ്റ് ഒന്നും അറിയില്ല, അതൊന്നും അറിയാതെ പറയുന്നത്. ഞങ്ങൾ പിണറായി വിജയനെയോ ഉമ്മൻചാണ്ടിനെയോ പിന്നെ ആരെയാ നരേന്ദ്രമോദിനെയോ ഡ്രം ബച്ചായനെയോ ഒക്കെ അഭയം ചൊല്ലുന്നത് പൗലോസ് അഭയം ചൊല്ലിയതുകൊണ്ടാണ്. പൗലോസ് ഇപ്പോൾ കൈസരയിലെ ജയിലിൽ കിടക്കുക. അവിടെ ചില വിസ്താരങ്ങൾ നടന്നു. യെരുശലേമിൽ നിന്ന് മഹാപുരോഹിതന്മാരും അവരുടെ പ്രമാണിമാരും ഒക്കെ കടന്നു വന്നു. സൻഹെദ്രീ സംഘത്തിലെ ആളുകളൊക്കെയുണ്ട്. പൗലോസിനെ വിസ്തരിച്ചു. പൗലോസിന് അതിൽ തൃപ്തിയില്ലാതെ പൗലോസ് അപ്പീൽ കൊടുക്കുകയാണ്. അവിടെ തൻ്റെ ന്യായം പൂർണ്ണമായും വെളിപ്പെട്ടില്ലെന്ന് തനിക്ക് തോന്നി. അതുകൊണ്ട് താന് കൈസറെ അഭയം ചൊല്ലി. ശരിക്കും പൗലോസിനെ അവർ റിലീസ് ചെയ്തേനെ. പക്ഷേ പൗലോസ് അതിനു മുമ്പ് തന്നെ അപ്പീൽ കൊടുത്തുകൊണ്ട് പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ റോമിലേക്ക് പോവുകയേ മാർഗമുള്ളൂ. അത് ദൈവത്തിൻ്റെ നിർണയത്തിൽപ്പെട്ടതാന്നേ. പൗലോസിൻ്റെ ആ യാത്ര, 3 മിഷൻ യാത്ര കഴിഞ്ഞ് 4ാമത്തെ ഒരു യാത്ര, ഇതൊരു മിഷൻ തന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തി 27 യാത്ര. ആ യാത്ര 28 വന്നാണ് അവസാനിക്കുന്നത്. ആ യാത്രയിലല്ലേ കപ്പൽ തകർന്ന് മെലീത്ത ദ്വീപിലേക്ക് പോകുന്നതും അണലി കടിക്കുന്നതും അതുപോലെ അവിടെ നിന്ന് പിന്നീട് റോമിലെത്തുന്നതും. ഏകദേശം AD 60 മുതൽ 62 വരെയുള്ള 2 വർഷക്കാലം റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നൊക്കെ സ്വർഗത്തിലെ ദൈവം നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. ഈടുറ്റ ചില ലേഖനങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എഴുതാനുണ്ട്. 3 മിഷൻ യാത്രകൾ, എത്രയോ സഭകൾ സ്ഥാപിച്ചു, അധ്വാനം. അങ്ങനെ അവരെല്ലാവരേക്കാളും അധ്വാനിച്ചു എന്ന് പറയുന്ന പൗലോസിന് ഒരു വിശ്രമം ആവശ്യമാണ്. റോമൻ കാരാഗ്രഹത്തിലൊരു വിശ്രമം സ്വർഗത്തിലെ ദൈവം നിർണയിച്ചിരിക്കുകയാണ്. അപ്പോൾ വലുവനായ ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും ഒന്നും മാറ്റണമെന്നും മറിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? അതൊന്നും നടക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം അതാതിൻ്റെ സമയത്ത് അതാതിൻ്റെ രീതിയിൽ മുൻപോട്ട് പോകും എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ പറയാനുള്ളത്.
അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡിയിലേക്കാണ് വന്നിരിക്കുന്നത്. ടാബർനാക്കിൾ സ്റ്റഡിയുടെ ഒരു ഒരു ഔട്ട്ലൈനിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് മുഴുവനും. എനിക്കറിയാം, നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായം തുറന്ന് അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് നേരത്തെ വായിച്ചു. കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ജനം സ്വമേധയാ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച്, അതായത് മനസ്സൊരുക്കമുള്ളവർക്കെല്ലാം ഇതിൻ്റെ പണിക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നമേ കണ്ടു. അത് കഴിഞ്ഞ് 25-ാം അധ്യായത്തിൻ്റെ തന്നെ 8-9 വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ നിങ്ങൾ എനിക്കൊരു കൂടാരം ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ആധികാരികമായ പഠനം ആരംഭിക്കുന്നത് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതലാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് അതിന് വേണ്ടുന്ന മെറ്റീരിയലിനെ കുറിച്ചാണ്. ഏതെല്ലാം വസ്തുക്കൾ വേണം എന്നുള്ള കാര്യമാണ് തുടക്കത്തിലെ പാരഗ്രാഫിൽ കാണുന്നത്. അത് കഴിഞ്ഞ് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് 10-ാം വാക്യം മുതലാണ്. അതിൻ്റെ 10ഉം 11ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ 10ഉം 11 വായിച്ചേ. അതിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം, അകത്തും പുറത്തും പൊതിയണം. അതിന്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കണം. അപ്പോൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതലാണ് കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും ആ 2-ാമത്തെ പാരഗ്രാഫ് മുഴുവനും 10 മുതൽ 22 വരെ വരുന്ന ആ പാരഗ്രാഫ്, മലയാളം ബൈബിൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അത്രയും ഭാഗം പെട്ടകത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണമെന്നുള്ളതാണ്. ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് പുറപ്പാട് ദിവസം 37-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചേ. ബെസലേൽ പെട്ടകം ഖദിരമരം ഉണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. പുറപ്പാട് ദിവസം 37-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ബസലേൽ പെട്ടകം ഖദിരമരം കൊണ്ടുണ്ടാക്കി. ബസലേൽ പെട്ടകം ഖദിരമരം കൊണ്ടുണ്ടാക്കി. അക്കേഷ്യ വുഡ് കൊണ്ട്, അല്ലെങ്കിൽ ഷിത്തി വുഡ് എന്ന് പറയും, അതുകൊണ്ട് ബസലേൽ പെട്ടകം ഉണ്ടാക്കി. അടുത്ത വാക്ക്, അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളാണ് 25-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ മോശയോട് പറയുകയാണ്. അങ്ങനെ അതുണ്ടാക്കേണ്ടതിൻ്റെ അളവെല്ലാം മോശ കൈയേറ്റു വാങ്ങിയാണ് പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക് വന്നിരിക്കുന്നത്. പിന്നത്തേതിൽ കൂടാരത്തിൻ്റെ നിർമ്മിതി ആരംഭിച്ചു. അങ്ങനെ നിർമ്മിതി ആരംഭിച്ചതിന് ശേഷം 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ഈ പറയപ്പെട്ട നിലയിൽ തന്നെ ബസലേൽ പെട്ടകം ഉണ്ടാക്കിയെന്ന്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, ഉണ്ടാക്കി. ഇനി അതിനോടനുബന്ധിച്ച് കുറേ വാക്കുകൾ നമ്മുടെ മുമ്പാകെ വരും. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. യഹോവ കൽപ്പിച്ച കാര്യങ്ങളാണ് ഈ 10-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ നമ്മൾ കാണുന്നത്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല, നെല്ലട മാറാൻ പാടില്ല. കാരണം ഈ നിർമ്മിക്കാൻ പോകുന്ന കൂടാരം സ്വർഗത്തിലെ സാക്ഷി കൂടാരത്തിൻ്റെ നിഴലാണ്, അതിൻ്റെ ഷാഡോയാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ നിർമ്മിക്കേണ്ടതുണ്ട്. അത് ആത്മാവിൽ മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടി, അളവും കൈയേറ്റു വാങ്ങി. അതിനനുസരിച്ചാണ് ആ കാര്യങ്ങൾ ബസലേലിനെയും ഒഹാലിയാബിനെയും സഹായികളെയും ഭരമേൽപ്പിച്ചത്. അവരെയെല്ലാം സ്വർഗത്തിലെ ദൈവം ജ്ഞാനാത്മാവിൽ നിറച്ചിട്ടുമുണ്ട്. അവരാരും അവർക്ക് ബോധിച്ചതുപോലെയൊന്നും പണിതില്ല. നമ്മൾ ഈ വായിച്ച ഈ വാക്യപ്രകാരം, പർവ്വതത്തിലെ മാതൃക പ്രകാരം യഹോവ കൽപ്പിച്ചതുപോലെ തന്നെയാണ് മോശയും സഹായികളും ഈ പെട്ടകം നിർമ്മിക്കാൻ വരുന്നത്. അപ്പോൾ പെട്ടകവുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വായിച്ച ഈ വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നതും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ച എബിയോടൊന്ന് കാണിക്കാൻ പറഞ്ഞത്. അതായത് സഹോദരങ്ങളെ, സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൽ പല ഉപകരണങ്ങളുള്ള കാര്യം പറഞ്ഞല്ലോ. ഈ കൂടാരം നിർമ്മിക്കുന്നതും കൂടാരത്തിനകത്തുള്ള പല ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നിർമ്മിക്കാൻ പറഞ്ഞത് പെട്ടകമാണ്. സമാഗമന കൂടാരത്തിൽ ഏറ്റവും ആദ്യം നിർമ്മിക്കാൻ പറഞ്ഞത് പെട്ടകമാണ്. ഇതിലുള്ള മറ്റു ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് പെട്ടകത്തിൻ്റെ നിർമ്മിതി വളരെ സീരിയസ് ആയൊരു നിർമ്മിതിയാണ്. ഇപ്പം 37-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ബസലേൽ അത് ഉണ്ടാക്കി എന്നുള്ളതാണ് കാണുന്നത്. എന്നാൽ
ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വെച്ചു. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെയുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കൽപ്പലക രണ്ടും, അതായത് സ്റ്റോൺ ടാബ്ലറ്റ്സ് രണ്ടും ഉടച്ചു കളഞ്ഞ കാര്യം അറിയാം. അത് കഴിഞ്ഞ് മോശയെ വീണ്ടും പർവ്വതത്തിലേക്ക് വിളിച്ചു. അങ്ങനെ പർവ്വതത്തിൽ നിന്ന് മോശ ഇറങ്ങി വരുന്ന ആ ഒരു വരവാണ് താഴേക്കുള്ള വാക്യങ്ങളിലുള്ളത്. അപ്പം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്: നീ ഉടച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകകളിൽ എഴുതും, നീ അവയെ ആ പെട്ടകത്തിൽ വെക്കണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി. 3-ാം വാക്യത്തിൽ ശ്രദ്ധിക്കണം: അങ്ങനെ ഞാൻ ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി, മുമ്പിലത്തെ പോലെ 2 കൽപ്പലക വെട്ടിയെടുത്ത് കയ്യിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി. അത് കഴിഞ്ഞിട്ട് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ: അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ ലഭിക്കപ്പെട്ട പലക വെച്ചു. അതായത് ആ സ്റ്റോൺ ടാബ്ലറ്റ്സ് അത് പെട്ടകത്തിനകത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെയുണ്ട്. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെയുണ്ട്. സഹോദരങ്ങളെ, യഹോവയെ ദൈവം മോശയോട് കൽപ്പിച്ച കാര്യങ്ങളാണ് 3-ാം വാക്യത്തിൽ കണ്ടത്. കൽപ്പലകയൊക്കെ ഉടച്ചു കളഞ്ഞിട്ട് മോശ വീണ്ടും പർവ്വതത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ പർവ്വതത്തിലേക്ക് കയറി ചെന്ന മോശയോട് പറയാണ്: വീണ്ടും ഞാൻ നിനക്ക് കൽപ്പലകളെ തരികയാണ്. ആ തരുന്ന കൽപ്പലകളെ ഇനി എന്ത് ചെയ്യണം? ആ കൽപ്പലകളുമായിട്ട് നീ താഴേക്ക് എന്ന് ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി ആ പെട്ടകത്തിനകത്ത് അവയെ വെക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മോശ അതുപോലെ തന്നെ ഒരു പെട്ടകം ഉണ്ടാക്കി പെട്ടകത്തിനകത്ത് കൽപ്പലക വെച്ചു. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയാണ്: യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെയുണ്ട്. നമ്മൾ ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഒറ്റയടിക്ക് അതങ്ങ് വായിച്ചു പോകും. ആ 5-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്: അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പെട്ടകത്തിൽ പലക വെച്ചു. അതാണ് അതിൻ്റെ ആദ്യ ഫേസ്. പെട്ടകം ഉണ്ടാക്കിയതും പലക കൊണ്ടുപോയി അതിനകത്ത് വെച്ചതും എല്ലാ കാര്യങ്ങളും അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബാലൻസ് പൂർത്തീകരണം ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ അവിടെ? എല്ലാം വെച്ചെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ എടുത്ത് എഴുതിയിരിക്കുകയാണ്: യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെയുണ്ട്. യഹോവ കൽപ്പിച്ച ഇടത്തു നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ലെന്ന്, 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. വളരെ കൃത്യമായിട്ടാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറപ്പാട് ദിവസം 37-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ബസലേൽ പെട്ടകം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതായത് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളുടെ എല്ലാ നിർമ്മിതിയുടെ പിന്നിൽ ബസലേലും ഒഹാലിയാബുമാണ് നമുക്കറിയാം. അവരാണ് കാര്യങ്ങൾ ചെയ്തത്. അവരുടെ പേരിലാണ് അതെല്ലാം കുറിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പെട്ടകത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രം മോശ പെട്ടകം ഉണ്ടാക്കി എന്നുള്ളതാണ് വായിക്കുന്നത് 5-ാം വാക്യത്തിൽ. ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ ഈ സ്റ്റോൺ ടാബ്ലറ്റ്സ് വെച്ചു എന്ന് അവിടെ ബസലേൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ പെട്ടകം എന്നുള്ള വിഷയത്തിൻ്റെ ഗൗരവം കാണിക്കാനാണ് ഞാൻ 2 വാക്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. വളരെ ഗൗരവമായൊരു സ്റ്റഡിയാണ് പെട്ടകവുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പുറത്തെടുക്കാനുള്ളത്. ഇന്നിപ്പോൾ സമയം പോയതുകൊണ്ട് ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഈ വായിച്ച വാക്യപ്രകാരവും കണ്ട കാഴ്ചകളും വെച്ചിട്ട് നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്: ഭക്തനായ മോശ യഹോവയായി ദൈവം കൽപ്പിച്ചത് വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. ഉയരത്തിലെ അളവിൽ തന്നെയാണ് താൻ കാര്യങ്ങളെ ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം വായിച്ച ആ വാക്യപ്രകാരം പൗലോസ് പറയുന്നത്: ഞാൻ അവരെല്ലാവരേക്കാളും അധ്വാനിച്ചു, അവർക്കും എനിക്കും ഒക്കെ കർത്താവ് പ്രത്യക്ഷനായി. അങ്ങനെ അപ്പോസ്തലന്മാർക്ക് ലഭിക്കപ്പെട്ട വെളിപ്പാടിലാണ് അവർ സഞ്ചരിച്ച് ദൈവസഭയുടെ ആരംഭം കുറിച്ചത്. ആ വെളിപ്പാടുകളുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അല്ലാതെ നമുക്ക് ബോധിച്ചതുപോലെയും തോന്നിയതുപോലെയും ഒരു ശുശ്രൂഷ അനുവദനീയമല്ല. മാളികമുറിയിൽ വെളിപ്പെട്ട് വന്നതും തുടർന്ന് അപ്പോസ്തലന്മാർ അതിനനുസരിച്ച് ചലിച്ചതുമായ ആ ചലനങ്ങൾക്ക് അനുസരിച്ച് അതിനൊപ്പിച്ചാണ് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകരും ശുശ്രൂഷിക്കേണ്ടത്. അല്ലാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്നേ. സമാഗമന കൂടാരം എന്ന് പറയുന്നത് നമുക്കറിയാം 500-ൽ താഴെ വർഷം ഇസ്രായേലിൻ്റെ നടുവിൽ ഇരുന്നുള്ളൂ. അതൊരു താൽക്കാലികമായ നിവാസമായിരുന്നു. ആ താൽക്കാലിക നിവാസത്തിൻ്റെ കാര്യത്തിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇത്ര നിഷ്കർഷ പുലർത്തിയെങ്കിൽ
ഇത്ര സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ പണിയിലേർപ്പെട്ടിരുന്ന മോശയും ബസലേലും ഒഹാലിയാവും അവരുടെ സഹായികളും ഒക്കെ ഭയഭക്തി നിമിത്തമാണിത് പണിതത്. ഭക്തി ആദരവോടുകൂടിയാണ് ആ കാര്യങ്ങളെ ചെയ്തത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ നിത്യനിവാസമായ ദൈവസഭയുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ബോധിച്ചതുപോലെയൊക്കെയാണോ അവർ പണിയേണ്ടത്? ഈ കാലഘട്ടത്തിൽ അനേക യൗവനക്കാർ അവർക്ക് ബോധിച്ചതുപോലെ ഏതൊക്കെയോ ആത്മാവിലാണ് അവർ ശുശ്രൂഷിക്കുന്നത്. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ് ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത്. ധാരാളം സ്ത്രീ പുരുഷന്മാർ അത്തരക്കാരുടെ അടുക്കൽ വന്ന് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ലഭിക്കും, എന്തൊക്കെയോ നന്മകൾ ലഭിക്കും, എന്തൊക്കെയോ സിദ്ധികൾ ലഭിക്കും എന്നുള്ള രീതിയിലാണ് നെടുമ്പാട് വന്ന് വീണ് കിടക്കുന്നത്. അതുപോലത്തെ ഒരു നേരം പോക്ക് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരു 2 മിനിറ്റേ ഉള്ളൂ, ഒന്ന് കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. കാരണം ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുകയാണ്. Because I am blessed. I am blessed now. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. Amen. My God has blessed me. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകൾക്കകത്ത് തങ്കം വരട്ടെ. Amen. Amen. Hallelujah. The gold is coming into your house. ഇത് വേണ്ടാത്തവർ ഇപ്പോൾ ഉള്ളത് ഇങ്ങ് ഊരി തന്നെ. Please remove your gold and give it to me if you don't want the gold. ഇതിപ്പോൾ ഈ പറഞ്ഞ ദൂത് വേണ്ടാത്തവർ ഉള്ളത് ഇങ്ങ് ഊരി തന്നെ. Amen. If you don't want to receive this prophecy, please give me the gold. Hallelujah. Hallelujah. ഇത് ഡയമണ്ട് ആണോ? ആണോ? ആമേൻ. Amen. ഒന്ന് പറഞ്ഞേ, തങ്കം വരും. Amen. The gold has come. യഹോവ സ്ഥിതി മാറ്റിയാൽ, Amen. The God has changed your situation. അവൻ നിന്നെ ആദരിക്കും. Amen. He will going to respect you. ഉറക്കെ പറഞ്ഞ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തെന്നുള്ളതും അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ച മാതൃകയും പറഞ്ഞപ്പോൾ ഇതൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ സഹോദരങ്ങളെ, ഈ കണ്ട ഈ വീഡിയോയിലൊക്കെ ഈ തലമുറയിലെ യൗവനക്കാരായ ആളുകൾ കാണിക്കുന്ന കോപ്രായങ്ങളാണിതെല്ലാം. ഇവരൊന്നും ഒരു സമർപ്പണത്തിലേക്ക് വന്നവരല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല. എത്ര ആയിരങ്ങളാണ് ഇത്തരക്കാരുടെ വരുതിയിൽപ്പെട്ട് അവരുടെ ജീവിതം തകർത്ത് കളയുന്നത്. ജനത്തിന് മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് ഈ പ്രസംഗിക്കാൻ വരുന്നത്. ശുശ്രൂഷയാന്നാ പറയുന്നത്. എന്ത് ശുശ്രൂഷ? Amen. Your travel has started. Hallelujah. Hallelujah. Amen. Hallelujah. Oh, thank you, Jesus. Thank you. Take it in the name of Jesus. Amen. Hallelujah. Amen. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Yeshua. Hallelujah. Take it in the name of Jesus. Hallelujah. Oh, Shihara Dara. Amen. Hallelujah. Hallelujah. The apostolic mantle is opening now. Hallelujah. Hallelujah. In the name of Jesus. In the name of Jesus. The name of Jesus. In the name of Jesus. The name of Jesus. Take it. Hallelujah. Hallelujah. Take it. ബെൽറ്റ് അഴിച്ചിട്ട് ഓരോരുത്തരെ ഉന്തിത്തള്ളി വിടുന്നതാണോ ആത്മീയ ശുശ്രൂഷ? ഇത് അതൊന്നുമല്ലെന്നേ. ദൈവവചനം വെളിപ്പെടുന്നില്ല, വചനത്തിൻ്റെ ഒരാഴങ്ങളുമില്ല, ഒന്നുമില്ല. തോന്നിയതുപോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിവേ നമുക്ക് ടാബർനാക്കിളിലേക്ക് തന്നെ തിരിച്ചു വരാം. ചില സെക്കൻഡുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ ഇപ്പോൾ വായിച്ചു വെച്ചു. 22 വരെ നമുക്ക് വായിക്കേണ്ടതുണ്ട്. അതിലേക്ക് ഇന്ന് പോകാൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങളൊന്നും വായിക്കാതിരുന്നത്. അടുത്ത ദിവസം നമുക്ക് അതിലേക്ക് കടന്നു പോകാം. നമ്മുടെ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് കടന്നു പോകാം. അപ്പോൾ ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് പുറപ്പാട് ദിവസം 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെയാണ് നീണ്ടുപരന്ന ആ കാര്യങ്ങളെ കിടക്കുന്നത്, അല്ലേ? നീണ്ടുപരന്ന ആ കാര്യങ്ങൾ കിടക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ പറഞ്ഞത് പെട്ടകമാണ്. ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ, അതായത് 2-3 വർഷം മുമ്പ് നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് വന്ന ആ ഒരു സമയത്ത് അന്ന് പെട്ടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം നമ്മൾ സംസാരിച്ചില്ല. അത്യാവശ്യം ചില വാക്കുകൾ പറഞ്ഞങ്ങ് വേഗം പോവുകയായിരുന്നു. എന്നാൽ അന്നും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ആദ്യം പെട്ടകമാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്, യാഗപീഠമല്ല. നമ്മെ സമാഗമന കൂടാരത്തിൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ട് അതിലെ ആദ്യത്തെ ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും എന്തു പറയും?
സമാഗമന കൂടാരത്തിൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ട് നമ്മോട് ചോദിക്കുകയാണ് ഇതിലെ ആദ്യത്തെ ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഒറ്റയടിക്ക് കണ്ണടച്ച് പറയും യാഗപീഠം എന്ന് പറയും. കാരണം വാതിൽ തുറന്നു വരുമ്പോൾ ആദ്യം കാണുന്ന യാഗപീഠമാണ്. മനുഷ്യരായ നമ്മൾ നമ്മുടെ സാധാരണ നിലയിലുള്ള നോട്ടം കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് യാഗപീഠമായിരിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ആദ്യം കാണുന്ന പെട്ടകമാണ്. നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ പറഞ്ഞത് പെട്ടകമാണ്, അഥവാ ആർക്ക്. ഏറ്റവും ഒടുക്കം ഉണ്ടാക്കാൻ പറഞ്ഞത് യാഗപീഠമാണ്. പക്ഷെ പ്ലേസ് ചെയ്തിരിക്കുന്ന നമ്മൾ നോക്കുമ്പോൾ വാതിൽ തുറന്ന് കയറി വന്നാൽ ആദ്യം യാഗപീഠം, ഏറ്റവും ഒടുക്കം പെട്ടകമാണ് കാണുന്നത്. അത് മനുഷ്യരായ നമ്മളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം തൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ഉപകരണം എന്ന് പറയുന്നത് പെട്ടകമാണ്. ഏറ്റവും ഒടുക്കമാണ് യാഗപീഠം ഇരിക്കുന്നത്. പെട്ടകത്തിന് അത്ര ഗൗരവമാണ്, അത്ര സീരിയസ് ആയ പഠനമാണ് പെട്ടകം എന്ന് പറയുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അകത്തുള്ള പെട്ടകത്തിൽ നിന്നാണ് പണി ആരംഭിക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്ത് വെക്കേണ്ടിയ പെട്ടകത്തിൽ നിന്നാണ് പണി ആരംഭിക്കുന്നത്. അകത്തു നിന്ന് പണി പുറത്തേക്കാണ് വരുന്നത്. അകത്തു നിന്ന് പണി ആരംഭിച്ച് പുറത്തേക്കാണ് വരുന്നത്. യെരൂശലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിയിലേക്ക് വരുമ്പോൾ അകത്തു നിന്ന് പുറത്തേക്കല്ല പണിയുന്നത്, പുറത്തു നിന്ന് അകത്തേക്കാണ് പണിയുന്നത്. സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ അകത്തു നിന്ന് പുറത്തേക്ക് പണിയുന്നു. രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ച് പഠിക്കണം. ഒന്നുകൂടെ പറയാം, സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ അകത്തു നിന്ന് പുറത്തേക്കാണ് പണിത് വരുന്നത്. യെരൂശലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ പുറത്തു നിന്ന് അകത്തേക്ക് പണിത് കൊണ്ടുപോവുകയാണ്. അതായത് യെരൂശലേം ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടാണെന്ന് നമുക്കറിയാം. അതിനകത്ത് ദേവദാരു പാനൽ ചെയ്തിരിക്കുകയാണ്. ആ ദേവദാരുവിൻ്റെ പലകയെ കാണാതെ വണ്ണം തനി തങ്കം കൊണ്ട് അതിനെ കവർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് യെരൂശലേം ദേവാലയത്തിൻ്റെ പണി പോകുന്നത്. സമാഗമന കൂടാരത്തിലുള്ള ഈ ഉപകരണങ്ങളൊന്നും യെരൂശലേം ദേവാലയത്തിനകത്ത് വെച്ചിട്ടില്ല. യെരൂശലേം ദേവാലയത്തിനകത്ത് ഇതിനകത്തുള്ളതിനേക്കാളും അധികം ഉപകരണങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. സമാഗമന കൂടാരത്തിൽ ഒരു വിളക്കാണെങ്കിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ 10 വിളക്കാണ്. ഇവിടെ ഒരു മേശയാണെങ്കിൽ അവിടെ 10 മേശയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വെച്ചിരിക്കുന്നത്. അതേസമയം സമാഗമന കൂടാരത്തിൽ പെട്ടകം നിർമ്മിക്കാനായിട്ട് മോശയോട് പറഞ്ഞു. മോശയാണ് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. യെരൂശലേം ദേവാലയം നിർമ്മിക്കാനായിട്ടുള്ള അളവെല്ലാം ദാവീദിന് കൊടുത്തു. ആ അളവെല്ലാം ദാവീദ് തൻ്റെ മകനായ ശലോമോന് കൊടുത്തു. അങ്ങനെ ശലോമോൻ്റെ നേതൃത്വത്തിൽ യെരൂശലേമിലെ ദൈവാലയം പണിതു. എന്നാൽ യെരൂശലേം ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ ഒരു പെട്ടകം പണിതില്ല. പെട്ടകം സമാഗമന കൂടാരത്തിൽ മാത്രമാണ് പണിത്. യെരൂശലേം ദേവാലയത്തിൽ പെട്ടകം പണിതില്ല. യെരൂശലേം ദേവാലയം മുഴുവനും സജ്ജമായതിനു ശേഷം സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന പെട്ടകം, നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ പെട്ടകം യെരൂശലേം ദേവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. നമ്മുടെ 2 വർഷക്കാലം നീണ്ടു നിന്ന അന്നത്തെ ആ ഒരു ധ്യാനത്തിൻ്റെ ഒടുവിൽ സമാഗമന കൂടാരത്തിൻ്റെ അന്തർമന്ദിരത്തിലിരുന്ന പെട്ടകം യെരൂശലേം ദേവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അതൊരു വലിയ വെളിപ്പാടായിരുന്നു. ഈ കൂടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ ഉരിഞ്ഞു വെച്ചിട്ട് അതിലെ പെട്ടകം മാത്രം അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടത് മാനുഷികമായി നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ആദ്യം യാഗപീഠമായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ നോട്ടത്തിൽ ആദ്യം കാണുന്നത് പെട്ടകമാണ്. പെട്ടകത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാൽ യെരൂശലേം ദേവാലയത്തിൽ വരുമ്പോൾ വ്യത്യസ്തമായ നിലയിൽ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നും കൂടെയാണ് പറഞ്ഞത്. ഓർമ്മയിലിരിക്കണം അത്. അപ്പോൾ ഒരു ചോദ്യം വരാം, കൂടാരത്തിലേക്ക് കടക്കുമ്പോൾ പ്രാകാരത്തിൽ ആദ്യം ഇരിക്കുന്ന യാഗപീഠമല്ലേ? യെസ്, യാഗപീഠമാണ്. ആ യാഗപീഠം വിരൽ ചൂണ്ടുന്നത് പെട്ടകത്തിലേക്കാണ്. യാഗപീഠത്തിൽ നിന്നുള്ള ശുശ്രൂഷകളെല്ലാം ചെന്ന് അവസാനിക്കേണ്ടത് എവിടെയാണ്? പെട്ടകത്തിലാണ്. പെട്ടകത്തിനാണ് പ്രാധാന്യം. ആ പെട്ടകത്തിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു യാഗപീഠം വെച്ചിരിക്കുന്നത്. ഇതെല്ലാം വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നാണ് കേട്ടോ പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. അതായത് ആദ്യം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. നമ്മോടുള്ള ബന്ധത്തിൽ
ആദ്യം നമ്മുടെ ഹൃദയമാണ് ഒരുക്കപ്പെടേണ്ടത്. രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടണം. അതായത് അകത്താണ് പണി നടക്കേണ്ടത്. പുറത്ത് എന്തെങ്കിലും തട്ടുകൂട്ട് പരിപാടി കൊണ്ടൊന്നും കാര്യം നടക്കില്ലെന്ന്. ഈ ഡിസംബർ 31 തീയതി ഒക്കെ ആളുകൾ പറയില്ല, ഞാൻ ഇനി ബീഡി വലിക്കില്ല, ഞാൻ ഇനി കള്ള് കുടിക്കില്ല, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ. അതൊക്കെ പുറമേയുള്ള എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. പിന്നെ ചില മാറ്റങ്ങളൊക്കെ ആളുകൾ വരുത്തുമല്ലോ. ഞാനിനി അങ്ങനെ ചെയ്യുന്നില്ല, ഞാനിനി ഇങ്ങനെ ചെയ്യുന്നില്ല, ഞാനിനി കൺമഷി പെരട്ടുന്നില്ല, ഞാനിനി ചുണ്ടത്ത് മറ്റേ ചായം കോരി തൂക്കുന്നില്ല എന്ന് വേണ്ട. അങ്ങനെയൊക്കെ ആളുകൾ ചിലപ്പോൾ ഓരോ തീരുമാനങ്ങളിലെത്തും. അതൊക്കെ ബാഹ്യമായ ചില തീരുമാനങ്ങളാണ്, അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഒരു ദൈവവേദിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് പ്രസക്തിയുണ്ട് കേട്ടോ. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒരു സാധാരണക്കാരൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനത്തിലോ ചിന്തയിലേക്കൊക്കെ വന്നാൽ അതിനൊന്നും ഒരു പ്രാധാന്യമില്ല. ആദ്യം ഒരുങ്ങേണ്ടത് ഹൃദയമാണ്. അതായത് ഇസ്രായേലിൻ്റെ പാളയവുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ഇസ്രായേലിൻ്റെ പാളയം മുൻപോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം യഹൂദ ഗോത്രമാണ് മാർച്ച് ചെയ്യുന്നത്, അവരോട് ചേർന്നുള്ള മറ്റു ഗോത്രങ്ങളും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ പെട്ടകമാണ് മുൻപോട്ട് പോകുന്നത്. മേഘം എവിടെ നിൽക്കുന്നോ അവിടെ പെട്ടകം വയ്ക്കും. ഇവരിങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ മേഘം നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, മേഘം നിൽക്കുന്നത് എവിടെയോ അവിടെയാണ് പെട്ടകം വയ്ക്കുന്നത്. പെട്ടകം വെച്ചതിന് ശേഷം പിന്നാലെ കെഹാത്യരും മെരാര്യരും അതുപോലെ ഗർശോന്യരും ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ്. പെട്ടെന്ന് കൊണ്ടുവന്നതങ്ങ് അസംബിൾ ചെയ്യും. അസംബിൾ ചെയ്ത് കാര്യങ്ങളെല്ലാം ഓക്കെയായി. പെട്ടകം വിശ്രമിക്കേണ്ട ഇടം മേഘം നിൽക്കുന്ന സ്ഥലമാണ്, അവിടെ പെട്ടകം വെച്ചു. ചുറ്റും ബാക്കി കാര്യങ്ങൾ വന്നു, പെട്ടെന്ന് കൂടാരം നിവർത്തി. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ പെട്ടകം വെക്കേണ്ട സ്പേസ് ആണ് ആദ്യം റെഡി ആകേണ്ടത്. പെട്ടകം വെക്കേണ്ട സ്പേസ്, ആ സ്ഥലം ആദ്യം ഒരുങ്ങണം. അപ്പോൾ പെട്ടകം വെക്കാൻ പാകത്തിന് നമ്മുടെ ഹൃദയമാണ് ഒരുങ്ങേണ്ടത്. പെട്ടകം ഇതിനകത്തേക്ക് വരണ്ടേ സഹോദരങ്ങളെ? ഇതിനകത്തേക്ക് എന്താ വരുന്നത്? പെട്ടകം വലിയവനായ ദൈവത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബലത്തിൻ പെട്ടകം, ആ പെട്ടകം ക്രിസ്തുവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങൾ നമ്മൾ അതിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം ഹൃദയം ഒരുക്കപ്പെടണം. പെട്ടകം അതിനകത്തേക്കാണ് വരേണ്ടത്. ഹൃദയം എങ്ങനെ ഒരുക്കപ്പെടുമെന്ന് ചോദിച്ചാൽ, യാഗപീഠം എന്തിനെ കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കാണിക്കുന്നു. ക്രൂശിൻ്റെ വചനങ്ങൾ പ്രസംഗിച്ചുകൊണ്ടാണ് നിലം ഒരുക്കുന്നത്. ക്രൂശിൻ്റെ വചനങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് സുവിശേഷം എന്ന കലപ്പ കൊണ്ട് നിലം ഒരുക്കുകയാണ്, സജ്ജമാക്കുകയാണ്. എന്തിനാ? ബലത്തിൻ പെട്ടകം വരേണ്ടതുണ്ട്. ഭയങ്കരം. ഇന്നിൻ്റെ പെന്തിക്കോസെ നിന്നെ ഓർത്ത് സഹതാപം തോന്നുന്നു. ഇസ്രായേലിൻ്റെ നടുവിലേക്ക് പെട്ടകം കടന്നു വരുന്ന നിമിഷങ്ങൾ ഭയഭക്തി നിമിത്തമാണ്. ജനമെല്ലാം നെടുമ്പാട് വീഴും. മഹത്വാനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പെട്ടകം വരുമ്പോൾ അവിടെ വെളിപ്പെടുന്നത്. ആ പെട്ടകം എവിടെയോ കിടന്ന് എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. തേജോമയനായ ദൈവം, ത്രിയേകനാം ദൈവം. ഇതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് ആളുകൾ വരണമെങ്കിൽ ഈ ധ്യാനത്തിലേക്ക് വരണം. സമർപ്പണമില്ലാത്ത ശുശ്രൂഷകർക്ക് അതെങ്ങനെ സാധിക്കും? ഈ ഒരു സമർപ്പണത്തിലേക്ക് വന്ന് ജനത്തെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണമെന്ന ആ ബോധ്യമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടുവരുവാൻ കഴിയൂ. നമ്മൾ ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ നാമമാത്രമായ നിലയിലൊരു സംഖ്യയാണ് അത്തരം ശുശ്രൂഷകരെ കാണുന്നുള്ളൂ, അല്ലേ? വളരെ ചുരുങ്ങിയ അങ്കുലീപരിമിതമായ ശുശ്രൂഷകരെ നമുക്ക് കണ്ടു കിട്ടാനുള്ളൂ. ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നാം വന്നെത്തിയിരിക്കുന്ന അവസ്ഥ എന്താണെന്ന്. തേജോമയനായ ദൈവം നമ്മിൽ വാസം ചെയ്യാൻ വരുന്ന വരവ്. ഇസ്രായേലിനോട് പറയാണ് പെട്ടകം ഉണ്ടാക്കണം ആദ്യം. അതുപോലെ നമ്മോടും എന്താ പറയുന്നത്? ഹൃദയം ഒരുക്കപ്പെടണം. അതിനാണ് സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറയുന്നത്. ആ കലപ്പ കൊണ്ട് തലങ്ങും വിലങ്ങും ഉഴുതു മറിക്കണം. അതിനകത്ത് വേരുകളൊക്കെ പൊട്ടിപ്പോണം. പാപത്തിൻ്റെ വേരുകൾ പൊട്ടണം. അതിലെ കണ്ട കല്ലും അതും ഇതുമൊക്കെ എടുത്ത് മാറ്റണം. ഒരുക്കപ്പെട്ട നിലത്ത് വിത്ത് വിതയ്ക്കുന്ന കാര്യം നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടകം അകത്തേക്ക് വരികയാണ്. ബലത്തിൻ പെട്ടകം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ പെട്ടകം അകത്തേക്ക് വന്നാൽ പിന്നീട് പുറമെയുള്ള കാര്യങ്ങളെല്ലാം പർവ്വതത്തിലെ മാതൃകാപ്രകാരം ഓട്ടോമാറ്റിക്കലി സജ്ജമാകും. കേട്ടോണം, പെട്ടകം അകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ
പിന്നീട് ഓട്ടോമാറ്റിക്കലി പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സജ്ജമാകേണ്ടത്. അങ്ങനെയാണ് കൂടാരം നിവർത്തുന്നത്. വെളിപ്പാടായി പറയുന്നത്. പെട്ടകം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കെഹാത്തിനും മെരാരിനും ഗർശോനിനും ബാക്കി കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം ടക്കെന്ന് പട്ടാളക്കാരെ ഈ ടെന്റ് പൊക്കുന്ന കണ്ടിട്ടില്ലേ? പട്ടാളക്കാർ ടെന്റ് അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ക്ഷണനേരം കൊണ്ടാണ് അവർ ടെന്റ് അടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചുറ്റോട് ചുറ്റും 60 തൂണുകൾ, അതിനെ കണക്ട് ചെയ്യുന്ന സിൽവർ റോഡുകൾ, അതുപോലെ അതിനെ കുറ്റിയടിച്ച് കുറ്റിയും കയറും ഒക്കെ ആയിട്ട് നിർത്തുന്ന കാര്യങ്ങൾ, പ്രാകാരമറശീല, കൂടാരമറശീല, തിരശീല, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അതിന് മുകളിലിടുന്ന 4 മൂടുശീലകൾ, 48 പലക ചുറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ആ ക്ഷണനേരം കൊണ്ട് വരുന്നത്. ഇതെല്ലാം പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെയാണ്. അങ്ങനെ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ പർവ്വതത്തിലെ മാതൃക പ്രകാരം അളവ് തെറ്റാതെ പണിയുന്ന കൂടാരങ്ങളിൽ മഹത്വം ഇറങ്ങും. ദൈവത്തിൻ്റെ ശബ്ദം അതിനകത്ത് മുഴങ്ങും. പെട്ടകത്തിൻ്റെ നടുവിൽ നിന്നാണെന്ന് ദൈവശബ്ദം മുഴങ്ങേണ്ടത്. പലരും പറയുക ഞങ്ങൾ ദൈവശബ്ദമൊന്നും കേൾക്കുന്നില്ലെന്ന്. കേൾക്കുന്നത് എങ്ങനെയാ? പർവ്വതത്തിലെ മാതൃക പ്രകാരം യഹോവ കൽപ്പിച്ചതുപോലെയല്ല ജീവിതം കൊണ്ടുപോകുന്നത്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെയാണ് പർവ്വതത്തിലെ മാതൃക പ്രകാരമാണെങ്കിൽ നിശ്ചയമായും എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. കർത്താവ് ഭോഷ്ക് പറയുന്നവനല്ല. അവിടെ നിന്ന് ഭോഷ്ക് പറയില്ല. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും. ഉറപ്പാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരണമെന്നേ. വചനത്തിലേക്ക് മടങ്ങി വരണം. ആകാത്ത വേലക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകാത്ത വേലക്കാരെ കൊണ്ട് ക്രൈസ്തവ ലോകം നിറഞ്ഞിരിക്കുകയാണ്. അളവ് തെറ്റിയവര്, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ചവിട്ടി മെതിക്കുന്ന ഇടയന്മാര്, അയ്യോ, താഴ്വരയിലെ കാളക്കുട്ടികളെയാണ് അനേകർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാളക്കുട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജനത്തിന് നടുവിലേക്ക് കടന്നു ചെന്ന് നമ്മൾ പെട്ടകത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് രസിക്കില്ല. പെട്ടകം സീരിയസ് ആയ വിഷയമാണ്. അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സോടും കൂടി നമ്മൾ അടുത്ത ദിവസം നമ്മുടെ കർത്താവ് അനുവദിച്ചാൽ അത് തുറക്കും. പെട്ടകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തേജോമയനായ കർത്താവിനെ അവിടെ കാണും. അനേക കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയും യെരൂശലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിയും ചേർത്ത് വെച്ച് പറഞ്ഞു. ദൈവം തൻ്റെ ദാസനായ മോശയോടാണ് പെട്ടകം പണിയാൻ പറഞ്ഞത്. ശലോമോനോട് പറഞ്ഞില്ല പണിയാൻ. ശലോമോനോട് പറഞ്ഞില്ല. ഒരേ ഒരു പെട്ടകമേ ഉള്ളൂ, രണ്ടാമതൊരു പെട്ടകവും ഇല്ല. ഇതിനെല്ലാം ആഴങ്ങളാണ്. നമ്മുടെ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം ആ വിഷയങ്ങളിലേക്ക് കടക്കാം. ഇത്രത്തോളം നാം ചിന്തിച്ച കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ ധ്യാനിക്കുക. ആ പറയപ്പെട്ട വചനങ്ങളൊക്കെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാനിരതരായി കൂടുതൽ ആഴത്തിൽ കർത്താവിനെ അടുത്തറിയാൻ പാകത്തിന്, വെളിപ്പാടുകളിലേക്ക് നടക്കാൻ പാകത്തിന്, ആ ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു.